Hi students, hello, welcome to the GIB 14 key discussion of zoology. അപ്പോൾ നമ്മുടെ GIB 14 സുവോളജിയുടെ കീ ഡിസ്കഷനിലെ സെക്ഷൻ എ നമുക്കൊന്ന് നോക്കാം. ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു സുവോളജിക്ക് ഫുൾ മാർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ അല്ലേ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കീ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 151 എടുത്ത് നോക്കാം. എന്താണ് പറയുന്നത്? മൾട്ടിപ്പിൾ അലീൽസ് ആർ പ്രസന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സാധാരണ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2 അലീൽസ് ആണ്. എന്നാൽ ഒരു ജീനിന് 2ൽ കൂടുതൽ അലീൽസ് വരുമ്പോൾ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ പഠിച്ചത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഐ ജീൻ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഐ ജീനിന് 3 അലീൽസ് ഉണ്ട്. IA ഉണ്ട്, IB ഉണ്ട്, സ്മോൾ ലെറ്റർ I ഉണ്ട്. നമ്മൾ പഠിച്ചു അത്. ഇപ്പോൾ I എന്ന് പറയുന്ന ജീനിന് 3 അലീൽസ് IA ഉണ്ട്, IB ഉണ്ട്, അതേപോലെ സ്മോൾ ലെറ്റർ I ഉണ്ട്. ഇതിൽ ഈ നമ്മളൊരു ഡിപ്ലോയിഡ് ആയതുകൊണ്ട്, ഓർഗാനിസം ആയതുകൊണ്ട് നമുക്ക് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണേ വരുള്ളൂ എന്നറിയാം. അതാണ് നമുക്ക് ഒന്നുകിൽ IA IB, അല്ലെങ്കിൽ IA സ്മോൾ I, IB സ്മോൾ I, അല്ലെങ്കിൽ സ്മോൾ I സ്മോൾ I, ഇങ്ങനെ വരുള്ളൂ. നമ്മൾ അങ്ങനെയാണ് 4 ബ്ലഡ് ഗ്രൂപ്പ്സ് വരുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ എൽസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അറ്റ് ദ സെയിം ലോക്കസ് ഓഫ് ദ ഹോമോലോഗസ് ക്രോമസോം. സെയിം സെറ്റ് ഓഫ്, നമുക്ക് 23 പേർ ക്രോമസോം ഉണ്ട് മനുഷ്യനിൽ. അതാണ് 23 ഹോമോലോഗസ് ക്രോമസോം. അതിൽ ഒരെണ്ണം ഫാദറിന്റെ അടുത്തുനിന്നും ഒരെണ്ണം മദറിന്റെ അടുത്തുനിന്നും വരുന്നതാണ്. ആ ഒരു ഹോമോലോഗസ് സെറ്റിലെ സെയിം ലോക്കസിലാണ് ഈ മൾട്ടിപ്പിൾ അലീൽസ് കാണപ്പെടുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 151, 3 is the right answer. At the same locus on the homologous chromosome. Okay, question number 152 എടുക്കാം. Which substance when present in higher level can activate chemosensitive area present adjacent to the rhythm center? നിങ്ങൾ ഇത് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചു 2 സെന്റേഴ്സ്, ന്യൂമോടാക്സിക് സെന്റേഴ്സ് ഓഫ് ദ പോൺസ് വെറോളെ ആൻഡ് റെസ്പിറേറ്ററി റിതം സെന്റർ ഇൻ മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഏത് സബ്സ്റ്റൻസ് കൂടുമ്പോഴാണ് ഈ ഒരു കീമോസെൻസിറ്റീവ് ഏരിയ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അത് എന്തിൻ്റെയൊക്കെ കാര്യമാണ് നമുക്കറിയാം. ഓക്സിജന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഈ കീമോസെൻസിറ്റീവ് ഏരിയക്ക് പറ്റില്ല നമുക്കറിയാം. നമ്മൾ ഡീപ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരത്തേക്ക് നമുക്ക് റെസ്പയർ ചെയ്യേണ്ട ആവശ്യം വരാത്തതിന് കാരണം ഓക്സിജൻ കൂടുതൽ കിട്ടിയത് കൊണ്ടല്ല, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ഓക്സിജൻ? എവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ശരിയാണ്, പക്ഷേ ഓക്സിജൻ അല്ല. കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ pH വാല്യൂ ആണ്, H+ അയോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും H+ അയോൺ കോൺസെൻട്രേഷൻ, അതായത് pH വാല്യൂ അല്ലേ, ഇതിലുണ്ടാവുന്ന വ്യത്യാസം മനസ്സിലാക്കാനാണ് കീമോ സെൻസിറ്റീവ് ഏരിയയ്ക്ക് കഴിയുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 152 എന്താ വരിക? 3 is the right answer. ഓക്കെ, അപ്പോൾ 51 3 ആണ്, 52 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 153 എടുക്കാം. ഈ ക്വസ്റ്റ്യനും എന്താണ്? ഇതും ഏകദേശം നമ്മുടെ ബ്രീത്തിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ന്യൂമോടാക്സിക് സെന്റർ മാച്ച് ചെയ്യാനാണ്. ന്യൂമോടാക്സ്, അപ്പൊ നമുക്ക് ABCD എടുക്കാം. ABCD നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം എന്താ വരികയാണ്. അതായത് ന്യൂമോടാക്സിക് സെന്റർ എവിടെ കാണുന്നു? ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറയുന്നത് പോൺസ് വെറോളിയിൽ കാണുന്ന പോൺസ് റീജിയൻ ഓഫ് ദ ബ്രെയിൻ 2 ആണ്. നിങ്ങൾക്കറിയാം ഇതാണ് എന്ത് സംഭവിക്കുന്നത്? ഇൻസ്പിരേഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നു, ബ്രീത്തിങ് റേറ്റ് കൂട്ടുന്നു അല്ലേ. ഓക്കെ, രണ്ടാമത്തത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ ഡിസോസിയേഷൻ ODC, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ത് ടൈപ്പ് കർവാണ്? ഒരു സിഗ്മോയിഡ് കർവാണ് നമുക്കറിയാം. അപ്പോൾ 3 വരണം. ഓക്കെ, പിന്നെ കാർബോണിക് എൻഹൈഡ്രേസ്, കാർബോണിക് എൻഹൈഡ്രേസ് ഇൻ എൻസൈം. അത് എവിടെ കാണുന്ന എൻസൈം ആണ്? RBC കണ്ടെയ്ൻ ആൻ എൻസൈം കോൾഡ് കാർബോണിക് എൻഹൈഡ്രേസ് എന്നാണ്. ആ കാർബോണിക് എൻഹൈഡ്രേസ് ഒരു പവർഫുൾ എൻസൈം ആണ്. അതാണ് എന്ത് ചെയ്യുന്നത്? ബൈകാർബണേറ്റ് ആക്കുന്നതും ഒക്കെ നമ്മളെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാർബോണിക് എൻഹൈഡ്രേസ് എവിടെയാ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ വിത്ത് വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് ഡീകമ്പോസ് ടു ഹൈഡ്രജൻ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ. നമ്മൾ പഠിച്ചു ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് കാർബോണിക് എൻഹൈഡ്രേസ് എവിടെ ഉള്ളതാ? RBC. അപ്പൊ അത് 4 വരും.
പിന്നെ പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, എവിടെ വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, നടക്കുന്നത്? അത് ആൽവിയോളിലാണ്. അപ്പോൾ അത് 1 വരണം. 2, 3, 4, 1. 2, 3, 4, 1. 2 is the right answer for question number 153. Question number 154 നോക്കാം. കൺസിഡർ ദ ക്യാരക്ടേഴ്സ് ഓർ റെസ്പിറേറ്ററി കൺട്രോൾ സെന്റർ ഇൻ ഹ്യൂമൻ. കുറെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അത് ഏത് സെന്റർ ആണെന്നാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പോൺസിലാണ് അല്ലേ, പോൺസ് വെറോളിയിലാണ് അതുള്ളത്. അപ്പോൾ ലൊക്കേറ്റഡ് ഇൻ പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കത് അറിയാം, അത് ന്യൂമോടാക്സിക് സെന്റർ ആണെന്നുള്ള കാര്യം അല്ലെ. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈസ് മോഡറേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്പിറേറ്ററി റിതം സെന്റർ. ന്യൂമോടാക്സിക് സെന്റർ ഓഫ് ദ പോൺസ് വെറോളി control or it moderate the function of respiratory rhythm center. In its absence result increase in the depth of respiration. കാരണം ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്ന ജോലിയാണ് എന്തിനുള്ളത്, ഈ ഒരു ന്യൂമോടാക്സിക് സെന്ററിനുള്ളത്. അപ്പോൾ അതിന്റെ ആബ്സെൻസ് കൊണ്ട് റെസ്പിറേഷൻ ഡെപ്ത് ആവും, കൂടുതൽ സമയം നമ്മൾ റെസ്പയർ ചെയ്യേണ്ടി വരും അല്ലെ, ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കൂടേണ്ടി. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇതൊക്കെ ആരാണ്? ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറയുന്ന പോൺസ് വെറോളിയിലെ ഒരു സെന്ററിനെ പറ്റിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 154, 1 is the right answer. Okay, this is also a question coming from breathing and exchange of gases അല്ലെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 155 വരാം. 155 match the stages during cardiac cycle in column 1 with the duration given in column 2 and select the correct option. Okay, ഇത് എന്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്? ഇത് കാർഡിയക് സൈക്കിൾ എന്നുള്ള ബോഡി ഫ്ലൂയിഡ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എന്താ നമുക്ക് നോക്കാം. ജോയിന്റ് ഡയാസ്റ്റോൾ, 1 കാർഡിയക് സൈക്കിൾ, ആട്രിയൽ ഡയാസ്റ്റോൾ, വെൻട്രിക്കുലർ ഡയാസ്റ്റോൾ. ഈ ക്വസ്റ്റ്യൻ നമ്മളെ NCERT-ൽ കൃത്യമായി കൊടുത്തിട്ടില്ല. പക്ഷെ ഇതിന് ഉത്തരം നിങ്ങൾക്ക് വളരെ എന്തായിട്ട് കോമൺ സെൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം 1 കാർഡിയക് സൈക്കിൾ ഈസ് ഈക്വൽ ടു 0.8 സെക്കൻഡ് ആണ്. ഒരു കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 1 കാർഡിയക് സൈക്കിൾ 0.8 സെക്കൻഡ് ആണെങ്കിൽ ആ ഓപ്ഷൻ നോക്കൂ, ബി ഈസ് ഈക്വൽ ടു 4 എന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ. ബി ഈസ് ഈക്വൽ ടു 3, 2, 1, 4. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 4 എന്നുള്ളത് അല്ലേ. പക്ഷെ നമുക്കിത് എങ്ങനെ കാണണം? ഈ ഉത്തരം 4 ആണെന്നുള്ളത് ഈ ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1 കാർഡിയക് സൈക്കിൾ ഈസ് ഈക്വൽ ടു 0.8 സെക്കൻഡ്, അത് കിട്ടും. എന്നല്ലാതെ നമ്മൾ വേറെ രീതിയിൽ കൂടെ അത് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാർഡിയക് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. ഈ കാർഡിയക് സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഇങ്ങനെ 3 ആക്കി ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാ? ഒന്ന് 0.1 സെക്കൻഡ് ആണ്. ഈ 0.1 സെക്കൻഡ് എന്താ? ദിസ് ഈസ് ആട്രിയൽ സിസ്റ്റോൾ. ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്, ആട്രിയൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആണ്. 0.3 സെക്കൻഡ് എന്താ? ഇത് വെൻട്രിക്കുലാർ അല്ലെ, ഇത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ്. വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ്. പിന്നെ ഉള്ളത് എന്താ? പിന്നെ ജോയിന്റ് ഡയാസ്റ്റോൾ ആണ്, 0.4 സെക്കൻഡ്. ഇതിന് നമ്മൾ ജോയിന്റ് ഡയാസ്റ്റോൾ എന്ന് പറയും. ഓക്കെ, ഇതാണ് 0.8, 0.1, 0.3, 0.4 പുട്ട് ടുഗദർ 0.8 സെക്കൻഡ്. ഇതാണ് ഒരു കാർഡിയക് സൈക്കിൾ അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ശ്രദ്ധിക്കുക, ഇതിൽ ആദ്യം ജോയിന്റ് ഡയാസ്റ്റോൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ജോയിന്റ് ഡയാസ്റ്റോൾ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. ജോയിന്റ് ഡയാസ്റ്റോൾ, 1 കാർഡിയക് സൈക്കിൾ, ആട്രിയൽ ഡയാസ്റ്റോൾ അല്ലെ, പിന്നെ വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ. അപ്പോൾ ഇതിനകത്ത് 0.4 സെക്കൻഡിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാം. ഞാനിവിടെ എഴുതി തന്നിടാ. ജോയിന്റ് ഡയാസ്റ്റോൾ 0.4 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ A ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് ശരിയല്ലേ? A ഈസ് ഈക്വൽ ടു 3 വരും. A ഈസ് ഈക്വൽ ടു 3 എന്നുള്ള ഉത്തരം കറക്റ്റ് ആണ്. ജോയിന്റ് ഡയാസ്റ്റോൾ ഈസ് ഈക്വൽ ടു 0.4. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെ എഴുതാം, ABCD. A എന്ന് പറയുന്നത് ജോയിന്റ് ഡയാസ്റ്റോൾ 0.4 സെക്കൻഡ്, 0.4 സെക്കൻഡ് 3 എന്ന് വരും. 1 കാർഡിയക് സൈക്കിൾ 4 വരും, 0.8 സെക്കൻഡ്. അതും അറിയാം. ഇത് രണ്ടും പ്രശ്നമില്ല, ഈ കാർഡിയക് സൈക്കിളിൽ ഉണ്ട്. ഇനിയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആട്രിയൽ ഡയാസ്റ്റോൾ എത്ര ഉണ്ടാവും. നിങ്ങൾക്കറിയാം ആട്രിയൽ സിസ്റ്റോൾ എത്രയാ? 0.1 സെക്കൻഡ് ആണ്. ആട്രിയത്തിന്റെ സിസ്റ്റോൾ എന്ന് പറയുന്നത്, ആട്രിയത്തിന്റെ കോൺട്രാക്ഷൻ വെറും 0.1 സെക്കൻഡാ.
ടോട്ടൽ കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത് 0.8. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് അത് റിലാക്സ് ചെയ്തിരിക്കും. അപ്പോൾ ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം ആട്രിയൽ സിസ്റ്റോളല്ലേ വരിക, ഇത്രയും ഭാഗം ആട്രിയൽ സിസ്റ്റോളല്ലേ വരിക. അത് വേറെ കളറിൽ കാണിക്കാം അല്ലേ. ഇതാ ഈ ഭാഗം ആട്രിയൽ സിസ്റ്റോൾ അല്ലേ. ആട്രിയൽ ഡയാസ്റ്റോൾ ഒഴിച്ചെടുക്കുക. അപ്പൊ എത്ര വരുന്നത്? 0.8 മൈനസ് 0.1, അപ്പൊ 0.7 സെക്കൻഡ് കിട്ടും. കാരണം 0.1 സെക്കൻഡ് മാത്രമാണ് ആട്രിയൽ സിസ്റ്റോൾ ഉള്ളത്, ബാക്കിയൊക്കെ റിലാക്സ്ഡാ. അപ്പൊ ആട്രിയൽ ഡയാസ്റ്റോൾ എന്ന് പറയുമ്പോൾ എന്ത് വരണം? 0.7 സെക്കൻഡ് വരണം. ആ ഓപ്ഷനല്ലേ വന്നത് നോക്കൂ. C = 1, അതും വന്നു അല്ലേ. 3 ശരിയായി. ഇനി അടുത്ത എന്താ? വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ. നോക്കൂ, വെൻട്രിക്കിൾ സിസ്റ്റോൾ എത്രയാ? വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് 0.3 സെക്കൻഡ് ആണ്. അപ്പോൾ 0.8 മൈനസ് 0.3 = 0.5 സെക്കൻഡ് അല്ലേ വരിക. ടോട്ടൽ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തിരിക്കുന്നത് വെറും 0.3 സെക്കൻഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് വെൻട്രിക്കിൾ ഡയാസ്റ്റോൾ ആയിരിക്കും, റിലാക്സ് ആയിരിക്കും. അപ്പൊ 0.8 മൈനസ് 0.3 = 0.5. അപ്പോൾ 2 എന്നുള്ള ഉത്തരം കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് 2 നിങ്ങൾക്ക് ഈ ഒരു കാർഡിയക് സൈക്കിളിൽ കിട്ടും. 1ഉം 2ഉം കിട്ടും. ജോയിന്റ് ഡയാസ്റ്റോൾ 0.4, അതുപോലെ കാർഡിയക് സൈക്കിൾ 0.8. ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആട്രിയൽ സിസ്റ്റോൾ 0.1 ആണെങ്കിൽ ആട്രിയൽ ഡയാസ്റ്റോൾ 0.8 മൈനസ് 0.1 0.7. അതുപോലെ വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ 0.3 ആണെങ്കിൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ 0.3 ആണെങ്കിൽ വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ = 0.8 മൈനസ് 0.3 0.5. സോ 4 is the right answer. ഈ ഒരു ക്വസ്റ്റ്യൻ NCERT-യിൽ വാല്യൂ ഇല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് 2 എന്നുള്ളൂ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 155, 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 156 നോക്കാം. മാച്ച് ദ ടൈപ്പ് ഓഫ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഇൻ കോളം 1 വിത്ത് റെസ്പെക്ട് ടു കോളം 2 നോക്കാം. അതായത് ഇതും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്ത് ടൈപ്സ് ഓഫ് സർക്കുലേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുക 156-ല്? അതായത് സിംഗിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹാർട്ടിലൂടെ ഒരു പ്രാവശ്യം മാത്രമാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അത് ആരുടെ സർക്കുലേഷൻ ആണ്? ഫിഷിലാണ്. ആ ബ്ലഡ് എന്ത് ബ്ലഡാണ്? ഇംപ്യൂർ ബ്ലഡ് ആണ്. ഫിഷിന്റെ ഹാർട്ടിലൂടെ അല്ല, 2 ചേംബേർഡ് ഹാർട്ടാണ്. ആ ഹാർട്ടിലൂടെ എന്തു മാത്രമാണ് പോകുന്നത്? ഇംപ്യൂർ ബ്ലഡ് ആണ് പോകുന്നത്. അതുകൊണ്ടാണ് ഫിഷിന്റെ ഹാർട്ടിനെ, സിംഗിൾ സർക്കുലേഷൻ ഉള്ള ഫിഷിന്റെ ഹാർട്ടിനെ വീനസ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 വരും. ഓപ്പൺ സർക്കുലേഷൻ ബ്ലഡ് ഡു നോട്ട് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ്. ബ്ലഡ് ബോഡി ക്യാവിറ്റി ഫിൽഡ് വിത്ത് ബ്ലഡ്. അത്തരത്തിലുള്ള ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയാണ് ഹീമോസീൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ സർക്കുലേഷനിൽ 4 കൊടുത്തൂടെ, ഹീമോസീൽ. പിന്നെ അടുത്തത് എന്താ? പൾമോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൾമോണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ അത് പൾമോണറി ആർട്ടറി ആയിട്ടും പൾമോണറി വെയിൻ ആയിട്ടും വരാം. പൾമോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടും ലങ്സും തമ്മിലുള്ളതാണ്. ഹാർട്ടിൽ നിന്ന്, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുപോകുന്ന പൾമോണറി ആർട്ടറി ലങ്സിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ലങ്സിൽ നിന്ന് പ്യുവർ ബ്ലഡിനെ എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന പൾമോണറി വെയിൻ. അതപ്പം ഹാർട്ടും ലങ്സും തമ്മിലുള്ള ആ ഒരു കണ്ടീഷൻ, ഒരു സർക്കുലേഷൻ ആണ് പൾമോണറി സർക്കുലേഷൻ. അപ്പോൾ ഹാർട്ട് ടു ലങ്സ്, ലങ്സ് ടു ഹാർട്ട് എന്നുള്ള പോയിന്റ് എടുക്കാം, 2 എടുക്കാം നമുക്ക്. പിന്നെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്താ? സിസ്റ്റമിക് സർക്കുലേഷൻ തുടങ്ങുന്നത് എവിടെയാ? ലെഫ്റ്റ് വെൻട്രിക്കിൾ തുടങ്ങി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കറങ്ങി, അല്ലെ ഓർഗാൻസ് ആൻഡ് ടിഷ്യൂയിലൂടെ കറങ്ങി അശുദ്ധമാകുമ്പോൾ വിനാക്ക വഴി റൈറ്റ് ആട്രിയത്തിലേക്ക് വരുന്ന ആ വലിയ സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്തോ എടുക്കാം നമുക്ക്? ഹാർട്ട് ടു വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി എന്ന് കൊടുത്തൂടെ? അപ്പോൾ 1 കൊടുക്കാം. 3 4 2 1 3 4 2 1 2 is the right answer for question number 156. Question number 157 നോക്കാം. The nitrogenous base shown in the given figure is. ഈ ഫിഗറിൽ കാണുന്ന നൈട്രജൻ ബേസ് ഏതാണ്? എന്തായാലും നിങ്ങൾക്കറിയാം അഡനിനോ ഗ്വാനിനോ ആണിത്. കാരണം ഈ സൈറ്റോസിനുമല്ല യുറാസിലുമല്ല. കാരണം സൈറ്റോസിനും യുറാസിലും പിരമിഡിൻസ് ആണ്. അത് സിംഗിൾ റിംഗ്ഡ് ആണ്. ഒരു പിരമിഡിൻ റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ ഒരു പിരമിഡിൻ ഇമിഡസോൾ റിംഗും കൂടെ കൂടിച്ചേർന്ന ഡബിൾ റിംഗ്ഡ് ആണിത്. അപ്പൊ അത് പ്യൂരിൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളെ NCERT ടെസ്റ്റ് പേജ് നമ്പർ 145 കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ അഡനിൻ,
അതിൻ്റെ കൂടെ കൂടിച്ചേരുമ്പോൾ അഡനോസിൻ, അത് ന്യൂക്ലിയോസൈഡ് ആവുമ്പോൾ അഡനോസിൻ, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് കൂടി ചേരുമ്പോൾ അഡിനിലിക് ആസിഡ്. ഈ ചിത്രം നിങ്ങളെ ടെസ്റ്റിൽ ഉള്ളതാണ്. ആദ്യത്തെ നൈട്രജൻ ബേസ്, ദാറ്റ് ഈസ് അഡനിൻ. സോ ഡബിൾ റിംഗ്ഡ് പ്യൂരിൻസും സിംഗിൾ റിംഗ്ഡ് പിരമിഡിൻസുമാണ്. ഓക്കെ, അപ്പോൾ അഡനിൻ എന്നുള്ള ഉത്തരമാണ് ഇവിടെ വരിക. ഇതിൽ ഈ റിംഗ് നമ്മൾ എന്താ പറയുക? ഈ റിംഗ് നമ്മൾ പിരമിഡിൻ റിംഗ് എന്നും ഇതിനെ ഇമിഡസോൾ റിംഗ് എന്നും പറയാം. ഈ രണ്ട് റിംഗ് കൂടെ കൂടിച്ചേരുമ്പോഴാണ് പ്യൂരിൻ ആവുന്നത്. സോ അഡനിൻ ഈസ് ദ റൈറ്റ് ആൻസർ, ദ ഗ്വാനിൻ അല്ല. അഡനിൻ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 157. ഇനി 158 എടുക്കാം. ദ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ എപ്പോഴും കുഴക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എത്ര എണ്ണം ശരിയാണ് എന്നുള്ള ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അമിനോ ആസിഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻ. ശരിയല്ലേ? ഒരു മീഥെയിൻ എന്ന് പറയുമ്പോൾ ഒരു കാർബണും അതുപോലെ അതിന് 4 ഹൈഡ്രജനുമായിട്ട് നമുക്ക് പറയാം. ഇതേപോലെ തന്നെയല്ലേ ഈ കാർബണിലെ ഒരു സൈഡിൽ NH2, ഒരു സൈഡിൽ COH, ഒരു സൈഡ് H തന്നെ, ഒരു സൈഡ്. ആ 3 Hന് പകരം 3 ഗ്രൂപ്പുകൾ, അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, വേരിയബിൾ ഗ്രൂപ്പ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻ ആണ്. ദ R ഗ്രൂപ്പ് ഓഫ് ദ സെറിൻ ഈസ് ഹൈഡ്രോക്സൈൽ മീഥൈൻ. ശരിയല്ലേ? നമുക്ക് ഈ ആറിന്റെ സ്ഥാനത്ത് അവിടെ നോക്കൂ, ഇതിൽ നമ്മളിവിടെ ഒരു സൈഡിൽ NH2 കൊടുത്തു, ഒരു സൈഡിൽ COH കൊടുത്തു, ഒരു സൈഡിൽ H കൊടുത്തു. ഈ ആറിന്റെ സ്ഥാനത്ത് CH2OH വരുമ്പോഴല്ലേ അത് സെറിൻ ആവുന്നത്. ദിസ് ഈസ് സെറിൻ. അപ്പൊ എന്തായിരിക്കും വരിക? ആർ ഗ്രൂപ്പ് ഓഫ് ദ സെറിൻ ഈസ് ഹൈഡ്രോക്സൈൽ മീഥൈൻ. മീഥൈൻ എന്ന് പറയുമ്പോൾ CH3. ആ മീഥൈലിന്റെ കൂടെ ഒരു OH വരുമ്പോൾ മീഥൈൽ ഹൈഡ്രോക്സൈൽ മീഥൈൽ. ഓക്കെ, സോ സെറിൻ അത് ശരിയാണ്, അതും ശരിയാണ്. അറാക്കിഡോണിക് ആസിഡ് ഹാസ് 20 കാർബൺ ആറ്റം ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ. ഇന്നലത്തെ GIBയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണത്. അത് 20 എണ്ണം C19 ആണ്, COH ഇല്ലാതെ. COH അടക്കം അത് എന്താ വരിക? C20 ആണ്. കറക്റ്റ് ആണ്, ഇൻക്ലൂഡിങ് ആണ്. ദെൻ ഗ്ലിസറോൾ ഈസ് എ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം CH3, CH2, CH3 ആണ് പ്രൊപ്പെയിൻ. അതിനകത്തുള്ള ഓരോ ഹൈഡ്രജൻ പോയിട്ട് അവിടെ എന്ത് വരും? ഈ 3ഉം ഈ 2ഉം, അതായത് എന്താ CH2OH, CHOH, CH2OH. അപ്പോൾ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയിൻ ആണ്, അതും ശരിയാണ്. പിന്നെ ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്. കോമ്പൗണ്ട് ലിപ്പിഡിൽ ഫോസ്ഫറസ് കണ്ടെയ്നിങ് ഒരു കോമ്പൗണ്ട് ലിപ്പിഡ് ആണ് ലെസിത്തിൻ. ഫോസ്ഫോലിപ്പിഡ് ആണ്, ശരിയാണ്. അപ്പോൾ 5ഉം ശരിയായതുകൊണ്ട് ഓപ്ഷൻ 4 വരും. ക്വസ്റ്റ്യൻ നമ്പർ 158, 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 159 എടുക്കാം. കോഎൻസൈം നിക്കോട്ടിനമൈഡ് അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡ് NAD and NADP contain the vitamin. ഈ NAD, NADP, FAD ഈ സാധനങ്ങളൊക്കെ എന്താണ്? കോ എൻസൈമുകളാണ്. ഈ കോ എൻസൈം എന്ന് പറയുന്നത് മിക്കവാറും അതിലെ കമ്പോണന്റ് ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. അപ്പോൾ ഈ NAD, NADP നിക്കോട്ടിനമൈഡ് അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ഓർ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഈ NAD, NADP ഒക്കെ അതിനകത്തുള്ള ബി കോംപ്ലക്സ് ഏതാണ്? നിയാസിൻ. നിക്കോട്ടിനിക് ആസിഡ് നിയാസിൻ ആണ്. NCERTയിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. FADയിൽ ഫ്ലാവിൻ എന്ന് പറയുന്നത് റീബോഫ്ലാവിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് NAD, NADPയിൽ നിക്കോട്ടിനിക് ആസിഡ്, ദാറ്റ് ഈസ് നിയാസിൻ എന്നുള്ള ഉത്തരമാണ്. അത് കൃത്യമായിട്ട് NCERT കൊടുത്തൊരു പോയിന്റ് ആണ്. ലാസ്റ്റ് നമ്മൾ കോഫാക്ടർ എന്ന ഭാഗത്ത് നമ്മുടെ ബയോമോളിക്യൂൾസിന്റെ ലാസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 159, 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 160 എടുക്കാം. അത് ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതേ പേജിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ കോഫാക്ടേഴ്സ് ഇൻ ദാറ്റ് ഡേ. അപ്പോൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കോഫാക്ടേഴ്സ് എത്ര ഉണ്ട്? നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടർ, പ്രോട്ടീൻ പാർട്ട് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ട് കോഫാക്ടർ. ഈ കോഫാക്ടർ നോൺ പ്രോട്ടീൻ പാർട്ട് എന്താവാം? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആവാം, അതല്ലെങ്കിൽ കോ എൻസൈം ആവാം, അതല്ലെങ്കിൽ മെറ്റൽ അയോണും ആവാം. അപ്പൊ ഇവിടെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് മറ്റുള്ള രണ്ടും നമ്മളെ വ്യത്യാസം എന്താ? ആർ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ശരിയാണോ? ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ദേ ആർ ദ ഓർഗാനിക് കോമ്പൗണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ഓർഗാനിക് ആണ്. ദേ ആർ ടൈറ്റ്ലി ബൈൻഡ് ടു അപ്പോ എൻസൈം, അത് ശരിയാണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്
ടൈറ്റിൽ ഓർഗാനിക് മോളിക്യൂൾ ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം ആണ്, ലൂസ്ലി ബൗണ്ട് ആണ് കോഎൻസൈം. അപ്പോൾ ടൈറ്റ്ലി ബൗണ്ട് എന്നുള്ളത് ശരിയാണ്. ഓൺലി വൺ കറക്റ്റ് ആണോ? അല്ല. ഓൺലി ടു കറക്റ്റ് അല്ലേ? ഇതല്ലേ ശരി? ബോത്ത് കറക്റ്റ് ആണ്, ബോത്ത് ഇൻകറക്റ്റും അല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 162 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 160ക്ക് 2 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 161 എടുക്കാം. ദ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. അഗൈൻ നമ്പർ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെല്ലുലോസ് ഈസ് എ പോളിമെറിക് പോളിസാക്രൈഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്. ഇത് ശരിയല്ലേ? സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്, അതും ഹോമോ പോളിസാക്രൈഡ് ആണ്. ഹോമോ പോളിസാക്രൈഡ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതിനകത്ത് വെറും ഒരേ ടൈപ്പ് മോണോമിയേഴ്സ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റാർച്ച് ഈസ് എ ഹോമോ പോളിമർ. അഗെയിൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഇനുലിൻ ഈസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ശരിയാണ്, ഇനുലിൻ എന്ന് പറയുന്നത് ഹോമോ പോളിമർ ഓഫ് ഫ്രക്ടോസ് ആണ്. ദെൻ ഇൻ ഗ്ലൈക്കോജൻ the right end is called the reducing end and the left end is called non-reducing end. ശരിയാണ്, ഗ്ലൈക്കോജൻ ഒരു ബ്രാഞ്ച്ഡ് ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അതിൽ റൈറ്റ് എൻഡ് റെഡ്യൂസിങ് ആണ്. എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, R ഓർമ്മിച്ചാൽ മതി. റൈറ്റ് എൻഡ് റെഡ്യൂസിങ്, അപ്പൊ ലെഫ്റ്റ് എൻഡ് നോൺ റെഡ്യൂസിങ്. അത് ശരിയാണ്. അപ്പൊ ഇതിൽ എല്ലാം ശരിയാണല്ലോ. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണവും ശരിയാണെങ്കിൽ ഓപ്ഷൻ 4 അല്ലേ വരേണ്ടത്? അതായത് ക്വസ്റ്റ്യൻ നമ്പർ 161ന് 4 എന്നുള്ള ഓപ്ഷൻ അല്ലേ? 4ഉം ശരിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 162 നോക്കാം. ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ഇൻ ആനിമൽ ഈസ് നെസസിറ്റേറ്റഡ് അറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ലെസ്സർ ടോക്സിക് നൈട്രോജിനസ് മെറ്റബോളിക് വേസ്റ്റ്. ഇപ്പോൾ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ അസർഷൻ പറയുന്നു. ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ, കരയിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് അതിനുള്ള ഒരു അഡാപ്റ്റേഷൻ, അനുകൂലനം എന്ന് പറയുന്ന അവർക്ക് ലെസ് ടോക്സിക് ആയ നൈട്രോജിനസ് വേസ്റ്റ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം അതിൻ്റെ ഡിസ്പോസലിന് വെള്ളം കുറവ് മതി. നൈട്രോജൻ, അപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള അമോണിയ അക്വാട്ടിക് ആനിമൽസ് മാത്രമാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ടെറസ്ട്രിയൽ അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ള അനുകൂലനം ലെസ് ടോക്സിക് ആയ യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ശരിയാണ്. ടെറസ്ട്രിയൽ ആനിമൽസ് മസ്റ്റ് കൺസർവ് വാട്ടർ. അതുകൊണ്ടല്ലേ ടെറസ്ട്രിയൽ ആനിമൽസിന് വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും കിട്ടുക. അപ്പോൾ അതെന്ത് ചെയ്യണം? കൺസർവ് ചെയ്യണം വെള്ളം. അതിനു വേണ്ടിയിട്ടാണ് വെള്ളത്തിന്റെ അളവ് വളരെ കുറവുള്ള ഒരു മെത്തേഡ് ഓഫ് എക്സ്ക്രീഷനിൽ ഏറ്റവും ലീസ്റ്റ് ടോക്സിക് ആയ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്നാണ് നമ്മൾ ഓപ്ഷൻ 1 കൊടുക്കുക. അതാണോ? അല്ലല്ലോ. നോർമലി നമുക്ക് 1ലേക്ക് പോവും. പക്ഷേ ഈ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇതിൽ ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന ഈ ഓപ്ഷൻ 2ലാണ് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ സ്റ്റേറ്റ്മെന്റ് 1, 2, 3, 4 ഓർഡറിൽ 2 ഉള്ളത് കൊണ്ട് 2 ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 162. നോർമലി അത് 1ലാണ് വരിക ക്വസ്റ്റ്യൻ, ഈ ഒരു ഓപ്ഷൻ. പക്ഷെ ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് 2. അതാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 162. ക്വസ്റ്റ്യൻ നമ്പർ 163 നോക്കാം. അഗൈൻ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ട്യൂബുലാർ സെക്രീഷൻ ഹെൽപ്പ് ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ്. നമുക്കറിയാം യൂറിൻ ഫോർമേഷനിലെ 3 സ്റ്റെപ്പുകൾ 3ാമത്തെ സ്റ്റെപ്പാണിത്. ആദ്യത്തത് അൾട്രാ ഫിൽട്രേഷൻ ഓർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ. രണ്ടാമത്തത് ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ആ സെക്രീഷന്റെ ഫലമായിട്ട് അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ശരിയാണ്. ഡ്യൂറിംഗ് ദിസ് യൂറിൻ ഫോർമേഷൻ ദ ട്യൂബുലാർ സെൽസ് സെക്രീറ്റ് സബ്സ്റ്റൻസ് ലൈക്ക് ഹൈഡ്രജൻ അയോൺ, പൊട്ടാസ്യം ആൻഡ് അമോണിയ ഇൻ ടു ദ ഫിൽട്രേറ്റ്. ആ ഒരു കാരണം കൊണ്ടല്ലേ ഈ യൂറിൻ ഫോർമേഷൻ സമയത്ത് ഹൈഡ്രജൻ അയോണും അമോണിയയും ചില ഭാഗങ്ങൾ പൊട്ടാസ്യം ഒക്കെ എന്ത് ചെയ്യുന്നു? സെക്രീറ്റ് ചെയ്യുന്നു. ആ സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അയോണിക് ബാലൻസും ആസിഡ് ബേസ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? അപ്പോൾ എന്ത് വരണം? സാധാരണ അസർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്ന ഓപ്ഷൻ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ അതും 2 ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇവിടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതല്ല 2, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളതാണ് 2. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 163
2 is the right answer. Correct explanation. Okay. Question number 164 എടുക്കാം. Sutures are fibrous joint that do not allow any movement. Yes, sutures എന്ന് പറയുന്നത് എന്താണ്? You know what is sutures? Sutures are fibrous joint. നമ്മുടെ സ്കള്ളില് ക്രാനിയൽ ബോൺസിന്റെ ഇടയ്ക്ക് കാണുന്ന ആ ജോയിന്റുകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫൈബ്രസ് ജോയിന്റ് ഓർ ഇമ്മൂവബിൾ ജോയിന്റ് എന്ന് പറയുന്നത്. അതേശം ഒരു തുന്നി വെച്ചതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്യൂച്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെയോ അത് ശരിയാണ് സ്റ്റേറ്റ്മെന്റ്. ദ ജോയിന്റ് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്ര ഇൻ ദ വെർട്ടിബ്രൽ കോളം ഈസ് എ കാർട്ടിലേജിനസ് ജോയിന്റ്. അതും ശരിയാണ്. ആൻഡ് ഇറ്റ് പെർമിറ്റ് ലിമിറ്റഡ് മൂവ്മെന്റ്. അതായത് ഇമ്മൂവബിൾ, സ്ലൈറ്റ്ലി മൂവബിൾ, ഫ്രീലി മൂവബിൾ, ഇങ്ങനെയാണ് 3 ജോയിന്റ്. ആദ്യത്തത് ഇമ്മൂവബിൾ ആണ്, രണ്ടാമത്തത് സ്ലൈറ്റ്ലി മൂവബിൾ, അതാണ് ലിമിറ്റഡ് മൂവ്മെന്റ്. രണ്ടും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 164. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 165 എടുക്കാം. ദ number of correct regarding human adult skeleton from the given statement. അല്ലെ, ഈ സ്കെൽട്ടനെ ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആണ് ചോദിച്ചത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈച്ച് limb is made up of 30 bones. ശരിയല്ലേ? ഓരോ കൈയിലും കാലിലും 30 ബോണുകളാണ്. അതാണ് നമ്മൾ ലിംബ് ബോൺസ് എന്ന് പറയുന്നത്. ടോട്ടൽ എടുക്കുമ്പോൾ എത്ര വരുന്നത്? 120. 2 കൈയും 2 കാലും. ദെൻ കാർപ്പൽസ് ആർ 18 നമ്പർ. റിസ്റ്റിന്റെ ബോണിനെയാണ് കാർപ്പൽസ് എന്ന് പറയാ, 8 എണ്ണമാണ്. ടാർസൽസ് ആർ 7 in നമ്പർ. ശരിയല്ലേ? ടാർസൽ എന്ന് പറഞ്ഞാൽ ആങ്കിൾ ബോൺ, കാൽക്കുഴ, അവിടെയുള്ളത് 7 എണ്ണമാണ്. മെറ്റാകാർപ്പൽസ് ആർ 5 in നമ്പർ. മെറ്റാകാർപ്പൽസ് 5 ആണ്. മെറ്റാകാർപ്പൽസ് നമ്മളെ കൈപ്പത്തിയിലുള്ള 5 ബോണുകൾ. മെറ്റാടാർസൽസും 5 ആണ്, കാൽപ്പത്തിയിലുള്ള ബോണുകൾ അല്ലെ. പിന്നെ അതേപോലെ മെറ്റാടാർസൽസ് ആർ, മെറ്റാകാർപ്പൽസ് 5 ആണെന്ന് പറയുമ്പോൾ മെറ്റാടാർസൽസും 5 ആണ്, അല്ലാതെ 4 അല്ല. 5 വരലില്ലേ? അപ്പൊ അത് എന്താണ് വരുന്നത്? അത് 4 അല്ല, 5 ആണ്. അപ്പോൾ എത്ര എണ്ണം ഇതിനകത്ത് ശരിയുണ്ട്? 4 എണ്ണം ശരിയുണ്ട് അല്ലെ. 3 is the right answer. കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? 3 is the right answer for question number 165. ഓക്കെ, ഇനി 166 എടുക്കാം. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് 166. എന്താ നോക്കാം. JGA is a special sensitive region formed by cellular modification of the proximal convoluted tubule and the efferent arteriole at the location of the contact. ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാവുന്നു? സെല്ലുലാർ മോഡിഫിക്കേഷൻ, പ്രോക്സിമൽ കൺവോൾട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് ഇഫറന്റ് ആർട്ടീരിയോൾ അല്ല, അഫറന്റ് ആർട്ടീരിയോൾ ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് എ fall in GFR can activate the JG cells. ശരിയാണ്. GFR കുറയുമ്പോൾ JG സെൽ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് റിലീസ് റെനിൻ, അതും ശരിയാണ്. വിച്ച് ക്യാൻ സ്റ്റിമുലേറ്റ് ദ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ ആൻഡ് thereby GFR back into normal. എപ്പോഴാണോ GFR കുറയുന്നത് ആ സമയത്ത് JGA റെനിനെ റിലീസ് ചെയ്യുന്നു. റെനിൻ ആൻജിയോടെൻസിൻ 1 ആക്കുന്നു, ആൻജിയോടെൻസിൻ 2 ആക്കുന്നു. അങ്ങനെ GFR കൂടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ള ഓപ്ഷനിലേ വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 166, 2 is the right answer. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ 166 ആയി. ക്വസ്റ്റ്യൻ നമ്പർ 167 എടുക്കാം നമുക്ക്. ഇതാ നിങ്ങളുടെ പേജ് നമ്പർ 294 കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. JGA is a special sensitive region formed by cellular modification of PCT അല്ല DCT. അവിടെ നമുക്ക് ഇതുണ്ടല്ലോ അല്ലെ. ഇവിടെ നമ്മൾ PCT നടന്നിരിക്കുന്നത് അതും തെറ്റാണല്ലോ, DCT. പിന്നെ അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തത് അഫറന്റുമാണ്. ഇപ്പൊ DCTയും അഫറന്റ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് PCTയും അതേപോലെ തന്നെ എന്തുമാണ്? ഇഫറന്റുമാണ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 294 അടുത്ത എന്താ? പേജ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 167 നോക്കൂ. സെലക്ട് ദ സെറ്റ് ഓഫ് ഡിസോർഡേഴ്സ് which are caused due to hyposecretion of hormones. ഇതിൽ ഏതാണ് ഹൈപ്പോസെക്രീഷൻ ഓഫ് ഹോർമോൺസ്? ഹോർമോണിന്റെ ഹൈപ്പോസെക്രീഷനിൽ വരുന്നത്, ഹോർമോൺ കുറയുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങൾ നോക്കൂ. അക്രോമെഗലി ഹൈപ്പോസെക്രീഷൻ അല്ല, അക്രോമെഗലി അല്ലെ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ
അഡൾട്ട് സ്റ്റേജിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുന്നതാണ്. ക്രെറ്റിനിസം ഓക്കെയാണ്. ക്രെറ്റിനിസം എന്ന് പറഞ്ഞാൽ അണ്ടർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ആണ് കുഞ്ഞുങ്ങളിൽ. ഓക്കെ. പിന്നെ എക്സോഫ്താൽമിക് ഗോയിറ്റർ അത് ഹൈപ്പർ സെക്രീഷൻ ആണ്, ഹൈപ്പോ അല്ല. ഡയബറ്റിക് മെലിറ്റസ് ഓക്കെ, ഇൻസുലിന്റെ കുറവാണ്, അത് ശരിയാണ്. പിന്നെ ടെറ്റനി ആൻഡ് ക്രെറ്റിനിസം, ഞാൻ ഈ ഉത്തരം കൊടുക്കാം. ടെറ്റനി ആൻഡ് ക്രെറ്റിനിസം. ടെറ്റനി ഈസ് ഹൈപ്പോസെക്രീഷൻ ഓഫ് PTH, പാരാത്തോർമോൺ കുറയുമ്പോൾ ഉണ്ടാവുന്ന രോഗത്തിന്റെ പേരാണ്. ബ്ലഡിനകത്ത് കാൽസ്യത്തിന്റെ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ ടെറ്റനി ഉണ്ടാവാം. ഹൈപ്പോസെക്രീഷൻ ഓഫ് PTH, പാരാ തൈറോയിഡ് ഹോർമോൺ. അതുപോലെ ക്രെറ്റിനിസം ഹൈപ്പോസെക്രീഷൻ ഓഫ് തൈറോക്സിൻ. ഇത് രണ്ടും ഹൈപ്പോസെക്രീഷൻ ആണ്. പിന്നെ ഡയബറ്റിക് ഇൻസിപ്പിഡസ് അക്രോമെഗലി. ഡയബറ്റിക് ഇൻസിപ്പിഡസ് വരാം. ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഡ്യൂ ടു ദ അണ്ടർ സെക്രീഷൻ ഓഫ് ADH ആണ്, അല്ലെ, വാസോപ്രസിൻ. പക്ഷേ അക്രോമെഗലി വരൂല. അക്രോമെഗലി ഹൈപ്പർ സെക്രീഷൻ ആണ്. അപ്പൊ രണ്ടും ശരിയായത് ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 167 3. ക്വസ്റ്റ്യൻ നമ്പർ 168 നോക്കൂ. ഓൾ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എക്സെപ്റ്റ്. ഇതിൽ ഏതോ ഒരെണ്ണം മാത്രം തെറ്റുണ്ട്. ഓൾ ദ ഫോളോയിങ്സ് ആർ ഇൻകറക്റ്റ് എക്സെപ്റ്റ് ആണ്. ഒരെണ്ണം മാത്രം ശരിയുണ്ട്, ബാക്കി 3ഉം തെറ്റാണ്. ഒരെണ്ണം മാത്രം, ഓൾ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എക്സെപ്റ്റ്, ഒരെണ്ണം മാത്രം ശരിയുണ്ട്. അത് ഏതാ നോക്കാം. സെക്രീറ്റിൻ, ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒക്കെ ശരിയാന്ന് തോന്നും. സെക്രീറ്റിൻ ആക്ട് ഓൺ എൻഡോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ. ഇതിൽ എന്തെങ്കിലും ഒരു അപാകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സെക്രീറ്റിൻ ആക്ട് ഓൺ പാൻക്രിയാസ് ആണ്, സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ അത് എന്തല്ല, എൻഡോക്രൈൻ പാർട്ടിലല്ല, എക്സോക്രൈൻ പാർട്ടിലാണ്. എക്സോക്രൈൻ പാൻക്രിയാസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ തെറ്റാണ്. 2, ലിഡിക് സെൽസ് പ്രസന്റ് ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് കോർപ്പസ് ലൂട്ടിയം ആർ ദ മേജർ ടാർഗറ്റ് ഓഫ് LH. നോക്കൂ, ലിഡിക് സെൽ പ്രസന്റ് ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണോ? ലിഡിക് സെൽ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്താണ് കാണുന്നത്, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലല്ല. LH ലിഡിക് സെൽ LHന്റെ അണ്ടറിൽ തന്നെയാണ്. പക്ഷെ ലിഡിക് സെൽ പ്രസന്റ് ഔട്ട്സൈഡ് ഓർ ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂളിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സെല്ലിലാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. എപ്പിനെഫ്രിൻ, മെലാനിൻ ആൻഡ് തൈറോക്സിൻ ആർ സ്റ്റിറോയിഡ്സ്. ഇത് സ്റ്റിറോയിഡ് ഹോർമോൺ ആണോ? എപ്പിനെഫ്രിൻ ഒക്കെ അമിനോ ആസിഡ് ഹോർമോൺ, സ്റ്റിറോയിഡ് ഹോർമോൺ അല്ല. പിന്നെ സൈക്ലിക് AMP ആക്ട് ആസ് എ സെക്കൻഡറി മെസ്സഞ്ചർ ഫോർ FSH. കാരണം FSH ഒരു പ്രോട്ടീൻ ടൈപ്പ് ഹോർമോൺ ആണ് ആക്ഷനിൽ. അങ്ങനെ വരുന്ന സമയത്ത് അത് എന്തിലാ വരിക? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആണ്. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആവുമ്പോൾ അവിടെ എന്ത് വേണം? സെക്കൻഡ് മെസ്സഞ്ചർ വേണം റിയാക്ഷൻ നടക്കണമെങ്കിൽ. അപ്പോൾ അത് ശരിയാണ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ. ബാക്കി 3 മുതൽ തെറ്റാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റുള്ളതല്ല, ശരിയുള്ളതാ ചോദിച്ചത്. അപ്പോൾ ഈ 1, 2, 3 തെറ്റാണ്, അത് ഇൻകറക്റ്റ് ആണ്. കറക്റ്റ് ആയത് 4 ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 168, 4 is the right answer because this is the only right statement. Okay. Question number 169 എടുക്കാം. Among the following, select the option which cannot occur due to the action of catecholamine. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാറ്റക്കോളമൈൻസ് എന്ന് പറഞ്ഞാൽ അഡ്രിനാലിനും നോർ അഡ്രിനാലിനെയുമാണ്, അഡ്രിനൽ മെഡുല്ലയുടെ ഹോർമോണുകളെയാണ് കാറ്റക്കോളമൈൻസ് എന്ന് പറയുക. അതിൽ ഈ പറഞ്ഞതിൽ ഏതാണ് കനോട്ട് ഒക്കർ എന്നാണ് ചോദ്യം. നടക്കാത്തത് ഏതാണെന്നാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഇൻക്രീസ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റും. ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ, അത് എന്താ സംഭവിക്കുക? നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. ഹാർട്ട് ബീറ്റിന്റെ എണ്ണം കൂട്ടുന്നു. സാധാരണ നിങ്ങൾ പേടിക്കുന്ന സമയത്ത് 72 ഉള്ളത് അതിനേക്കാൾ കൂടും. ഈ നമ്മൾ ടെക്കിക്കാർഡിയൊക്കെ പോലെ അത് വളരെ കൂടുന്നൊരവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കിടക്കട അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ എന്തിൽ വരുന്നത്? സിമ്പത്തറ്റിക്കില്. ഇപ്പോൾ അഡ്രിനാലിന്റെ ആക്ഷനിൽ വരുന്നത്, കാറ്റക്കോളമൈനിൽ വരുന്നത്. ഇവിടെ പറഞ്ഞു ഇൻക്രീസ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ. കാർഡിയക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ 0.8 സെക്കൻഡ് ആയതുകൊണ്ടല്ലേ അത് 72 അല്ലെങ്കിൽ 75 ആ റേഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. 60 സെക്കൻഡില്, അതായത് 0.8 സെക്കൻഡ് ആണ് ഒരു കാർഡിയക് സൈക്കിൾ ആയതുകൊണ്ടാണ് 72 ടൈംസ് വരുന്നത്. ആ കാർഡിയക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ കൂടിയാലോ, ആ കാർഡിയക് സൈക്കിള്
ഈ പറഞ്ഞ 0.8 0.10 കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹാർട്ടിന്റെ ബീറ്റിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം 60 ഡിവൈഡ് ബൈ 0.8 നമുക്ക് 75 ആവറേജ് 72 എടുത്തത്. അതിപ്പോ നമ്മൾ 60 ഡിവൈഡ് ബൈ 0.10 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് കുറഞ്ഞു വരും. 0.8 0.1 എടുക്കുമ്പോൾ എന്താ കൂടുമ്പോൾ അതായത് 0.9 0.10 11 എന്തോ എടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ ഒരു ഹാർട്ട് ബീറ്റിന്റെ എണ്ണം കുറയും. ഹാർട്ട് ബീറ്റ് കുറയല്ല ചെയ്യുന്നത്, ഹാർട്ട് ബീറ്റ് കൂടുകയാണ്. അപ്പൊ ഇത് തെറ്റാണ്. ലിപ്പോലൈസിസ് ആൻഡ് ഗ്ലൈക്കോജിനോലൈസിസ്, ലിപ്പിഡിനെ ഡീകമ്പോസ് ചെയ്യുന്നു. അതുപോലെ ഗ്ലൈക്കോജനെ ഡീകമ്പോസ് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് എനർജി കൂടുന്നത്. അത് ശരിയാണ് അല്ലേ? പിന്നെ സ്റ്റിമുലേറ്റ് പൈലോ ഇറക്ഷൻ, നമ്മളെ ഈ ഹെയർസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും അല്ലെ, രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കും. പിന്നെ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ റേറ്റ് കൂട്ടും, ബ്രീത്തിങ് റേറ്റും കൂട്ടും, ഹാർട്ട് റേറ്റും കൂട്ടും. ആ ഹാർട്ട് റേറ്റ് കൂടണമെങ്കിൽ എന്താ കാർഡിയക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ അങ്ങനെ നിൽക്കണം, അല്ലെ അത് കുറയണം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാർഡിയക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിൽ നടക്കാത്തത് 1 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 169 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 170 എടുക്കാം. ദ ബ്ലഡ് ഓഫ് കോക്രോച്ച് കണ്ടെയ്ൻ നോ റെസ്പിറേറ്ററി പിഗ്മെന്റ്. ഇറ്റ് മീൻസ് ദാറ്റ് കോക്രോച്ചിന്റെ ബ്ലഡിനകത്ത് എന്തില്ല? റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇല്ല. നിങ്ങൾക്കറിയാം കോക്രോച്ച് ഇൻസെക്റ്റുകളുടെ ബ്ലഡ് ഡിവോയിഡ് ഓഫ് റെസ്പിറേറ്ററി പിഗ്മെന്റ് ആണ്. നമ്മളെ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിൻ എന്ന റെഡ് കളേർഡ് പിഗ്മെന്റ് ഉണ്ട്. അതാണ് ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ ബ്ലഡിനകത്ത് എന്തില്ല? ഈ റെസ്പിറേറ്ററി പിഗ്മെന്റ്സ് ഇല്ല. എന്താണ് അതിന് കാരണം? അവരുടെ റെസ്പിറേഷൻ എനൈറോബിക് ആണെന്നാണോ? അല്ല. ഓക്സിജൻ വേണ്ടേ? വേണം. കോക്രോച്ച് ഡസ് നോട്ട് റെസ്പയർ എന്നാണോ? റെസ്പയർ ചെയ്യില്ല എന്നാണോ? അല്ല. ഓക്സിജൻ ഗോസ് ഡയറക്ട്ലി ഇൻ ടു ടിഷ്യൂ ത്രൂ ട്രക്കിയൽ ട്യൂബ്സ്. ട്രക്കിയൽ ട്യൂബ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യുന്നു? അത് ട്രക്കിയൽ ട്യൂബ്സ് വഴിയാണ് പോകുന്നത്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 170ക്ക് എന്ത് ഉത്തരം വരും? 3 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 171 എടുക്കാം അല്ലെ? 170 ആയല്ലോ. 171 എടുക്കാം. ദ മെംബ്രെയിൻ ഓഫ് ന്യൂറോൺ ഈസ് പോളറൈസ്ഡ് ബിക്കോസ്. എന്തുകൊണ്ടാണ് ന്യൂറോണൽ ആക്സോണൽ മെംബ്രെയിൻ പോളറൈസ് ആവാൻ കാരണം? പോളറൈസേഷൻ കാരണം അവിടെ എന്തുണ്ട്? നിങ്ങൾ പഠിച്ചു, റെസ്റ്റിംഗ് സമയത്ത് അയോണിന്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ടല്ലേ? സോഡിയം അയോണും പൊട്ടാസ്യയോണിന്റെ വ്യത്യാസമല്ലേ ആ പോളറൈസേഷന് കാരണം? അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലിപ്പിഡ്സ് ഉള്ളത് കൊണ്ടാണോ? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലിപ്പിഡ്സ് ഉള്ളത് കൊണ്ടല്ല. ഡിഫറെന്റ് കൈൻഡ് ഓഫ് അയോൺ ചാനൽസ് ആർ ദർ ഇൻ ദ മെംബ്രെയിൻ. അത് ശരിയല്ലേ? There are ion channels that are selectively permeable to different ion. സോഡിയം ചാനലും പൊട്ടാസ്യം ചാനലും ഉണ്ട്. സോഡിയം ചാനൽ സോഡിയത്തിന്, പൊട്ടാസ്യം ചാനൽ പൊട്ടാസ്യത്തിന്. അപ്പോൾ ലീക്കി ചാനലും അല്ലെങ്കിൽ വോൾട്ടഡ് ചാനൽസ് ഒക്കെ ഉണ്ട്, ഗേറ്റഡ് ചാനൽസ്. ആ ചാനൽസ് ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ പൊളാരിറ്റി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ബോത്ത് 2 and 3 എന്നുള്ള ഉത്തരം നമുക്ക് കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 171 4 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 172 എടുക്കാം. മൾട്ടിപോളാർ ന്യൂറോൺസ് ഹാവ്. മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൾട്ടിപോളാർ ന്യൂറോൺസ് എന്താ? നമുക്കറിയാം ഒരു ന്യൂറോണിന്റെ ഒരു സെൽ ബോഡിയും ഒരു ആക്സോണിന്റെ യൂണിപോളാർ എന്ന് പറയും. ഒരു സെൽ ബോഡി ഒരു ആക്സോണും ഒരു ഡെൻഡ്രോണും ഉണ്ടെങ്കിൽ ബൈപോളാർ എന്ന് പറയും. പിന്നെ സെൽ ബോഡിയുടെ മേലെ ഒന്നിൽ കൂടുതൽ ഡെൻഡ്രോണും ഒരു ആക്സോണും ഉള്ളപ്പോഴാണ് മൾട്ടിപോളാർ. അപ്പൊ എന്താ വരിക? 1 ആക്സോൺ ആൻഡ് 2 or more ഡെൻഡ്രൈറ്റ്സ് എന്നുള്ള ഉത്തരമാണ് വരുന്നത്. മൾട്ടിപോളാർ ന്യൂറോൺ ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 173. യെസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം കുറെ ഓപ്ഷൻ, ഇപ്പുറ സൈഡിൽ 4 എണ്ണേ ഉള്ളൂ, അപ്പുറ സൈഡിൽ 6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് മൾട്ടി ഓപ്ഷൻ വരും. നോക്കാം. 1 2 3 4 അല്ലെ? 173 നമുക്ക് നോക്കാം എന്തൊക്കെയാ വരികയാണ്. ഡൗൺ സിൻഡ്രോം എന്നുള്ളതിൽ എന്ത് നമുക്ക് പറയാം? ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ബ്രോഡ് പാം വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്. നമ്മൾ പഠിച്ച പോയിന്റ് ആണത്. അപ്പൊ 1 A എന്ന് കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? യെസ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് റിട്ടാർഡഡ്. ഡെവലപ്മെന്റ് റിട്ടാർഡഡ് കൊടുക്കാം. എയും എഫും കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്നുള്ളതിൽ എന്താ കൊടുക്കുക? ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ഗൈനക്കോമാസ്റ്റിയ ഉണ്ട്, ബി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? XXY കൊടുത്തൂടെ? ബിയും ഇയും കൊടുക്കാം. XXY 44A plus XXY.
പിന്നെ ടർണർ സിൻഡ്രോം എന്ത് കൊടുക്കാൻ പറ്റും? ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ 3 ഉള്ളൂ അല്ലേ, ഇത് 4 ഇല്ല. ഓക്കെ, ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ? റുഡിമെന്ററി ഓവറി കൊടുത്തൂടെ? റുഡിമെന്ററി ഓവറി കൊടുക്കാം. അതുപോലെ തന്നെ 44A+X മോണോസോമി അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡിയും കൊടുക്കാം. AFBECD ഏതാ? AFBECD 4 is the right answer for question number 173. Question number 174. In rabbit, end of the long bone is connected to another by. റാബിറ്റിൽ, അതിപ്പോ മനുഷ്യനിലായാലും ശരി, എന്താണ് സംഭവിച്ചത്? ഈ എൻഡ് ഓഫ് ലോങ് ബോൺ മറ്റൊന്നുമായി ബോൺ ടു ബോൺ. സിമ്പിൾ ചോദ്യം. ബോൺ ടു ബോൺ, ഒരു ബോണിനെ മറ്റൊരു ബോണുമായി കണക്ട് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാ? ലിഗമെന്റ് ഉപയോഗിച്ചിട്ടാണ്. മസിൽ ടു ബോൺ ആണെങ്കിൽ അത് ടെൻഡൻ ആണ്. ഇത് രണ്ടും ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂല് വരുന്നതാണ് ലിഗമെന്റ്സ്. ബോൺ ടു ബോൺ ligaments. For question number 174, 2 is the right answer. Question number 175 എടുക്കാം. 175 നോക്കൂ നിങ്ങൾ. അനയോപ്ലോയിഡി റിസൾട്ട്സ് ഫ്രം. അനയോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രോമസോം നമ്പർ, അതായത് ഡിപ്ലോയിഡ് നമ്പർ 2n, അതിനകത്ത് ഒരു ക്രോമസോം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരെണ്ണം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ, അല്ലെങ്കിൽ ഫ്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അനയോപ്ലോയിഡി എന്ന് പറയാം. ഇപ്പോൾ ഇതിൽ 2n+1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രൈസോമി എന്ന് പറയും അല്ലേ. 2n+2 ആണെങ്കിൽ നമ്മൾ ടെട്രാസോമി എന്ന് പറയും. പിന്നെ 2n-1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോണോസോമി എന്ന് പറയും അല്ലേ. 2n-2 ആണെങ്കിൽ നള്ളിസോമി എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പൊ ഇതിൽ അനയോപ്ലോയിഡ് റിസൾട്ട്സ് ഫ്രം പോയിന്റ് മ്യൂട്ടേഷൻ ആണോ, ഗ്രോസ് സ്ട്രക്ചറൽ ചേഞ്ച് ക്രോമോസോം? പോയിന്റ് മ്യൂട്ടേഷൻ അല്ല. ഗ്രോസ് സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ക്രോമോസോമിലെ മൊത്തം സ്ട്രക്ചറൽ ചേഞ്ച് അല്ല. പിന്നെ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ. ഇത് എന്താ? ഈ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് വരുന്നത് എന്തിനാണ്? പോളിപ്ലോയിഡിയിലാണ്. പോളിപ്ലോയിഡിയിലാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഈ പോളിപ്ലോയിഡി എന്ന് പറയുമ്പോൾ നമുക്ക് n ഉള്ളത് 2n, ഇങ്ങനെ ഇതിൽ 3n, 4n, 5n, 6n, ഇത് മുതലൊക്കെ പോളിപ്ലോയിഡിയാണ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക ചെയ്യാം. അതിന് കാരണം ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് ആണ്. എന്നാൽ അനയോപ്ലോയിഡിക്ക് കാരണം 1-2 ക്രോമസോമുകൾ ആഡ് ചെയ്യുക, 1-2 ക്രോമസോമുകൾ ഇല്ലാതായി പോവുക. അതിന് കാരണം ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ആണ്. അപ്പോൾ അനയോപ്ലോയിഡി ഈസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് ദ സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ആണ്. എന്നാൽ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് ആണെങ്കിൽ അതെന്താ പറയുക? നമ്മൾ പോളിപ്ലോയിഡി എന്നാണ് പറയുക. അപ്പൊ ഇതിൽ ഏതാണ് വരേണ്ടത്? 4 is the right answer for question number 175. ഓക്കെ, 175 ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 176 എടുക്കാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഒരു വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ABCDE എത്ര ഉണ്ട്? 176 5 മാച്ച് ചെയ്യാനുണ്ട്. വലുതായി തോന്നരുത്, ശ്രദ്ധിക്കുക. എ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബോയിഡൽ എപ്പിത്തീലിയം എവിടെയാ കാണുക? ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം നമ്മൾ കാണുന്നത് നെഫ്രോണിലാണ് അല്ലേ. അപ്പോൾ ലൈനിങ് ഓഫ് ദ നെഫ്രോൺ എന്നുള്ള ഉത്തരം നമുക്ക് 5 കൊടുക്കാം. സീലിയേറ്റഡ് എപ്പിത്തീലിയം എവിടെയാ കാണുന്നത്? എവിടെയാ? ഇന്നർ ലൈനിങ് ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ് ആണ്. അപ്പൊ നമുക്ക് 4 കൊടുക്കാം. പിന്നെ കൊളുംനാർ എപ്പിത്തീലിയം എവിടെയാ? കൊളുംനാർ എപ്പിത്തീലിയം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണ് കാണുന്നത്. നമ്മൾ പഠിച്ചല്ലേ, ബ്രഷ് ബോർഡേഡ് കൊളുംനാറും ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡലും. അപ്പോൾ കൊളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഇന്നർ സർഫേസ് ഓഫ് ദ സ്റ്റൊമക്ക് കൊടുക്കാം 3. പിന്നെ എന്താ ഉള്ളത്? സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെ കാണുന്നു? ഇന്നർ ലൈനിങ് ഓഫ് ദ ബ്ലഡ് വെസൽ, എൻഡോത്തീലിയം ഓഫ് ദ ബ്ലഡ് വെസൽ, ആൽവിയോളാർ മെംബ്രെയിൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവിടെ 2 കൊടുക്കാം. പിന്നെ കോമ്പൗണ്ട് എപ്പിത്തീലിയം, എപ്പിഡർമിസ് ഓഫ് ദ സ്കിൻ അല്ലേ. അപ്പൊ 1. 5, 4, 3, 2, 1 റിവേഴ്സ് ഡയറക്ഷനിൽ 5, 4, 3, 2, 1 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 177 നോക്കൂ. മോണോസോമി മീൻസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു മോണോസോമി 2n-1 മോണോസോമി എന്ന് പറയുക. അതായത് നമ്മളെ ക്രോമസോം എത്രയാ? 46 ക്രോമസോം ആണ്. അതിന് 1 മൈനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ 45 ആവുന്നത്. ഇതാണ് മോണോസോമി മനുഷ്യനിൽ. അപ്പോൾ ലാക്ക് ഓഫ് 1 പെയർ ഓഫ് ക്രോമസോം ആണോ? 2 നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ലാക്ക് ഓഫ് 1 ഓഫ് ദ എനി 1 പെയർ ഓഫ് ക്രോമസോം, ആ പെയറിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെടുക. ലാക്ക് ഓഫ് 1 ഓഫ് എനി 1 പെയർ ഓഫ് ക്രോമസോം അല്ലെ, ഒരു പെയറിലെ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെടുക. പിന്നെ പ്രസൻസ് ഓഫ് എക്സ്ട്രാ ക്രോമസോമും എക്സ്ട്രാ സെറ്റോ ക്രോമസോമും അല്ല, കുറയുന്നതാണ് മോണോസോമി.
അപ്പോൾ എന്താ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 177 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 178 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡൗൺ സിൻഡ്രം? ഡൗൺ സിൻഡ്രത്തിന് ഫീച്ചർ അല്ലാത്തത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ നോൺ ഡിസ്ജങ്ഷൻ ഇൻ എൻ ഓട്ടോസോം. ശരിയല്ലേ? നോൺ ഡിസ്ജങ്ഷൻ, കൃത്യമായ രീതിയിൽ ഡിവിഷൻ നടക്കാതിരിക്കുക, അതും ഓട്ടോസോമിൽ. കാരണം നിങ്ങൾക്കറിയാം 21st ക്രോമസോമില് 2 എണ്ണം പെയർ വേണ്ടടുത്ത് 3 എണ്ണം വരുന്നുണ്ട്. അങ്ങനെയാണ് 47 ആയി പോകുന്നത്, 46 ഉള്ളത്. ഇപ്പോൾ ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം. അതിന് കാരണം നോൺ ഡിസ്ജങ്ഷൻ ആണ്, വേണ്ട രീതിയിൽ ഡിവൈഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അത് ഓട്ടോസോമിലാണ്, കറക്റ്റ് ആണ്. ദ എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഹാസ് ട്രൈസോമി ഓഫ് ക്രോമസോം 21. ശരിയല്ലേ? ദ എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഹാസ് ക്യാരക്ടറൈസ് സീമിയൻ പാം ക്രീസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് സാധാരണ നമ്മളെ പാം ക്രീസ് പോലെയല്ല, അവർക്ക് വ്യത്യാസം സിംഗിളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് ശരിയാണ്. ദ മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് നോർമൽ ആണോ? നോർമൽ അല്ല, അല്ലെ? മെന്റൽ ഡെവലപ്മെന്റ് റിട്ടാർഡഡ് ആണ്, അല്ലാതെ നോർമൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് നോട്ട് ദ ഫ്യൂച്ചർ എന്നുള്ളത് കൊണ്ട് 4 വരാം. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 178 4 is the right answer. ലുക്ക് ഹിയർ. ഇതാ കണ്ടോ, ഇത് സാധാരണ ഒരാളുടെ കൈയും അതേപോലെ തന്നെ ഈ ഡൗൺ സിൻഡ്രോം തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുക നിങ്ങൾക്ക്. നോർമൽ പാമിനകത്ത് ആ 2 എണ്ണം, ഇത് ഒന്നേ ഉള്ളൂ. ഇപ്പുറ സൈഡിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇതാണ് ഈ സീമിയൻ എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് എയ്പ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അടുത്തത് കീ കൺസെപ്റ്റ് ഓൺ വിച്ച് ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ ബേസ്ഡ് ആർ. കീ കൺസെപ്റ്റ് ഓൺ വിച്ച് ഡാർവിൻ തിയറി, ഡാർവേനിയൻ തിയറി, ചാൾസ് ഡാർവിന്റെ തിയറി എന്തിനെ ബേസ് ചെയ്തിട്ടാ? കൃത്യമായിട്ട് NCERT-യിൽ ബോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന 2 വാക്കുകളാണിത്. ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഒന്നും പറയാനില്ല കൂടുതൽ. ബ്രാഞ്ചിങ് ഡിസെന്റ്, പൊതുപൂർവികനിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരുണ്ടാവുന്നു. ബ്രാഞ്ചിങ് ഡിസെന്റ്, കോമൺ ആൻസിസ്റ്റർ നിന്ന് മറ്റുള്ള ആൾക്കാരുണ്ടായി വരുന്നു. ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആർ ദ 2 key concept ഓഫ് ഡാർവേനിയൻ തിയറി അബൌട്ട് എവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അത് NCERT-യിൽ കൃത്യമായിട്ട് കൊടുത്തതല്ലടാ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാനില്ല. അത് അല്ലാതെ സാൾട്ടേഷനും മ്യൂട്ടേഷനും അല്ല, അത് ഡാർവേനിയൻ തിയറി അല്ല, ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് വേരിയേഷൻ അല്ല, പോപ്പുലേഷൻ ജെനറ്റിക്സ് ആൻഡ് ജീൻ ഫ്ലോയും അല്ല. ഓക്കെ, ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 180. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിലേതാ കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത്? ചാൾസ് ഡാർവിൻ യാത്ര ചെയ്തിരിക്കുന്നത് HMS ബീഗിൾ എന്ന കപ്പലിലാണ്, ശരിയാണ്. ആൽഫ്രഡ് വാലസ് ഗാലപ്പഗോസ് ഐലൻഡിൽ അല്ല, ഡാർവിനാണ് ഗാലപ്പഗോസ് ഐലൻഡിൽ പോയത്. ആൽഫ്രഡ് വാലസ് മലൈ ആർച്ചിപെലാഗോയിലാണ്, അപ്പൊ അത് തെറ്റാണ്. ഇനി തോമസ് മാൽത്തസോ എൻ എസ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ, ശരിയല്ലേ? ഇതല്ലേ ഡാർവിൻ ഇൻഫ്ലുവൻസ് ആയത്. ലാമാർക്ക് ലോങ് നെക്ക് ഓഫ് ജിറാഫ്, ഡിസ്യൂസ് തിയറി, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ ഇൻഡേഴ്സ് ലാമാർക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂസ് ചെയ്ത് നെക്ക് വലുതായി പോയത് ജിറാഫിന്റെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തെറ്റുള്ളത് ഏതാണ്? നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ്. സോ 2 is the അൺമാച്ച്ഡ് പെയർ, അല്ലേ? ആൽഫ്രഡ് വാലസ് മലൈ ആർച്ചിപെലാഗോയിലാണ്, ഗാലപ്പഗോസ് ഐലൻഡിൽ ഡാർവിൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 180. ക്വസ്റ്റ്യൻ നമ്പർ 181 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് കെയർഫുള്ളി. ആ കെയർഫുള്ളി എന്ന് കൃത്യമായി പറയേണ്ടത് ശ്രദ്ധിച്ചോണം. കെയർഫുള്ളി ആൻഡ് ചൂസ് ദ ഓപ്ഷൻ ഹാവിംഗ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. യൂണിറ്റ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ് ഇൻക്ലൂഡിംഗ് എർത്ത് അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. ഇതിൽ നോക്കിയാൽ യൂണിറ്റ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർ ആർ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ് ഇൻക്ലൂഡിംഗ് എർത്ത് അക്കോർഡിംഗ് ടു തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ അല്ല. സ്പോണ്ടാനിയസ് ജനറേഷൻ എബയോജനസിസ് ആണ്, അല്ലേ? പാൻസ്പെർമിയ, കോസ്മസോയിക് തിയറിയൊക്കെയാണ് ഈ കാര്യം പറയുന്നത്. ഇത് തെറ്റാണ്. ഒപാരിൻ ആൻഡ് ഹാൾഡൻ പ്രൊപ്പോസ് ദാറ്റ് ലൈഫ് അറൈസസ് ഫ്രം നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾ ബൈ കെമിക്കൽ എവല്യൂഷൻ. നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളിൽ നിന്ന് കെമിക്കൽ എവല്യൂഷൻ വഴിയാണ് ഉണ്ടായതെന്ന് പറയുന്ന തിയറിയാണ് ഒപാരിൻ ഹാൾഡൻ തിയറി. ശരിയാണ്. സൈലോഫൈറ്റോൺ ക്യാൻ ബി കൺസിഡർ ആസ് ആൻസിസ്റ്റർ ഓഫ് കോർണിഫേഴ്സ്. കോർണിഫറിന്റെ ആൻസിസ്റ്റർ ആണ് സൈലോഫൈറ്റോൺ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് ശരിയാണ്. ദെൻ സിലോകാൻ പോസിബിളി ഇവോൾവ് ഇൻ ടു ഫസ്റ്റ് ആംഫീബിയൻ, അല്ലേ? ഈ ലോബ് ഫിൻസ് എന്ന് പറയുന്നത് ആണ് പിന്നീട് എന്തായിട്ട് മാറിയ ഈ ലങ് ഫിഷസ്. ഫിഷ് എന്താണ് ഉപയോഗിക്കുന്നത്? ഗിൽസ് ആണ്. എന്നാൽ ആംഫീബിയ ലങ്സ് ഉപയോഗിച്ച് ശ്വസിക്കുന്നു. അപ്പോൾ ഈ ലങ് ഫിഷ് എന്ന് പറയുന്നത് ഒരു ആൻസിസ്റ്റർ ഓഫ് ആംഫീബിയൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ ഏതൊക്കെയാ ശരിയുള്ളത്? 2, 3, 4 ശരിയാണ്.
ബി സി ഡി 3 is the right answer. അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 181. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതാ നോക്കൂ, സൈലോഫൈറ്റോൺ എന്നാണ് കോണിഫർ ഉണ്ടായത്. അപ്പോൾ സൈലോ കോണിഫറിന്റെ ആൻസിസ്റ്റർ ആണ് സൈലോഫൈറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എന്താ 181 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 is the right answer അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 182 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് നോട്ട് എ സെക്രീഷൻ പ്രൊഡക്റ്റ് ഓഫ് ഹ്യൂമൻ പ്ലാസെന്റ? ഹ്യൂമൻ പ്ലാസെന്റയുടെ പ്രൊഡക്റ്റ് അല്ലാത്തത് ഏത്? എന്താ? ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ആരുടെ പ്രൊഡക്റ്റ് ആണ്? പ്ലാസെന്റയുടെ പ്രൊഡക്റ്റ് ആണ്. പ്രോജസ്ട്രോണും പ്ലാസെന്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രോജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊലാക്റ്റിൻ അല്ല. പ്രൊലാക്റ്റിൻ ആരുടെ ഹോർമോണാ? PRL ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, സോ 1 is the right answer for question number 182. അല്ലാത്തതാ ചോദിച്ചത്, നോട്ട് എ സെക്രീഷൻ ആണ്. അപ്പൊ പ്രൊലാക്റ്റിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 183 എടുക്കാം. പ്രസന്റ് ഡേ ഫിഞ്ചസ് ഓൺ ഗാലപ്പഗോസ് ഐലൻഡ് ഷെയർ കോമൺ ആൻസിസ്ട്രി വിത്ത്. ഇന്ന് കാണുന്ന ഈ ഒരു ഗാലപ്പഗോസ് ഐലൻഡിൽ ഇപ്പോൾ കാണുന്ന ഫിഞ്ചസ് ആരുമായിട്ട് കോമൺ ആൻസിസ്ട്രി ഉണ്ട്? സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് അല്ലെ. സീഡ് ഈറ്റിംഗ് ഫിഞ്ചസുമായിട്ടാണ് എന്തുള്ളത്? കോമൺ ആൻസിസ്ട്രി ഉള്ളത്. അവിടുന്നാണ് ഇൻസെക്ടിവോറസും ഫ്രൂട്ട് ഈറ്റേഴ്സും ഒക്കെ ആയി മാറിയത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 183, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 184 എടുക്കാം. സ്റ്റേറ്റ്മെന്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ വേർ ദ ബോഡി ഡിഫൻസ് മെക്കാനിസം റിക്കഗ്നൈസ് ഇറ്റ്സ് ഓൺ സെൽ ആസ് ഫോറിൻ ബോഡി. ഇത് ശ്രദ്ധിക്കണേ, തിരിച്ചിട്ടാ തന്നിരിക്കണേ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ where the body's defense mechanism recognize its own cell as foreign. അതായത് സെൽഫും നോൺ സെൽഫും തിരിച്ചറിയാതെ നമ്മളെ സ്വന്തം സെല്ലിനെ ഫോറിൻ ആയിട്ട് മനസ്സിലാക്കുന്നു എന്നല്ലേ അർത്ഥം? അത് ശരിയാണ്. Then rheumatoid arthritis is a condition where body does not attack self cell. തെറ്റല്ലേ? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബോഡി ഡു നോട്ട് എന്നുള്ളത് തെറ്റാണ്. അറ്റാക്ക് അവർ ഓൺ സെൽസ് ആണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. സോ 4 is the right answer for question number 184. അപ്പൊ നമ്മളെ ഫസ്റ്റ് സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ചോദ്യം എന്താണെന്നറിയോ? മൈക്കോറൈസ ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഗ്രീൻ പ്ലാന്റ് ആൻഡ് ഫംഗസ്. Mycorrhiza is a symbiotic association between fungus and higher plants. Okay, where the plant make organic molecule by photosynthesis and supply them into the fungus in the form of glucose, sugars. Correct ആണ്. Then the fungus supply the plant with water and mineral nutrient such as phosphorus taken from the soil. രണ്ടും ശരിയാണ്. Both 1 and 2 are correct എന്നുള്ള ഉത്തരമല്ലേ വരിക? രണ്ടും ശരിയാണെങ്കിൽ എന്ത് വരും? 3 is the right answer. അപ്പൊ നമ്മൾ ഇതോടുകൂടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് നോക്കാം. രണ്ടാമത്തെ സെക്ഷൻ, ഈ ഫസ്റ്റ് സെക്ഷൻ അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് എളുപ്പം തന്നെ ആയിരുന്നു. അത്ര എളുപ്പം അല്ലെങ്കിലും നോക്കാം. ബാക്ടീരിയ ദാറ്റ് ക്യാൻ ഫിക്സ് gaseous നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് ഫിക്സിംഗ് ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ വൈൽ ഫ്രീ ലിവിംഗ് ഇൻ സോയിൽ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഫ്രീ ലിവിംഗ് ബാക്ടീരിയ എന്നാണ് ചോദ്യം. ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ഏതൊക്കെയാ? ആസോസ്പൈറിലം ഉണ്ട്, അസറ്റോബാക്ടർ ഉണ്ട്. റൈസോബിയം വരുമോ? റൈസോബിയം ഒരു സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. നോസ്റ്റോക്ക് ഒരു സൈനോ ബാക്ടീരിയ ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അപ്പൊ അതുകൊണ്ട് ആസോസ്പൈറിലം ആൻഡ് അസറ്റോബാക്ടർ എന്ന ഓൺലി 1 and 2 എന്നുള്ള ഉത്തരമാണ് 186. 1 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 187 എടുക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ? എക്സിറ്റു കൺസർവേഷൻ ഒരു മെത്തേഡ് അല്ലാത്തത്. ക്രയോ പ്രിസർവേഷൻ എക്സിറ്റു മെത്തേഡ് ആണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ആയതുകൊണ്ട് അത് ഒരു എക്സിറ്റു മെത്തേഡാണ്. വൈൽഡ് ലൈഫ് സഫാരി പാർക്കുമാണ്, പക്ഷേ നാഷണൽ പാർക്ക് അല്ല. നമ്മൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? ഹോട്ട്സ്പോട്ട് പഠിച്ചിട്ടുണ്ട്, ബയോസ്ഫിയർ റിസർവ് പഠിച്ചിട്ടുണ്ട്, നാഷണൽ പാർക്ക് അല്ലെ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് സീക്രഡ് ഫോറസ്റ്റ്. ഈ 5 എണ്ണമാണ് എന്തിൽ വരിക? ഇൻസിറ്റ്യൂ. ബാക്കിയുള്ളത് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സഫാരി പാർക്ക്, ക്രയോ പ്രിസർവേഷൻ, ജീൻ ബാങ്ക്, സീഡ് ബാങ്ക് അല്ലെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ, ടിഷ്യൂ കൾച്ചർ, ഇതൊക്കെ എന്തിൽ വരും? എക്സിറ്റ്യൂവിൽ വരും. ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും ഔട്ട്സൈഡ് ആയതുകൊണ്ട് എക്സിറ്റ്യൂവിൽ വരും. അപ്പോൾ ഇതിൽ ഏതാണ് നോട്ട് എ മെത്തേഡ് എന്ന് പറയുമ്പോൾ 3 is the right answer for question number 187. Question number 188 എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് പോരിഫെറ?
പോരിഫറയിൽ ഇൻകറക്റ്റ് ഏതാ? പ്രസൻസ് ഓഫ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് കറക്റ്റ് ആണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഈവൻ ദോ മൾട്ടി സെല്ലുലാർ ആണെങ്കിലും ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ പ്രസൻസ് ഓഫ് മൗത്ത് ആൻഡ് ഡൈജസ്റ്റീവ് കാവിറ്റി ഇല്ലല്ലോ. പോർസ് ഓൾ ഓവർ ദ ബോഡി, അതല്ലേ പോരിഫെറ, പോർ ബിയറേഴ്സ്. അപ്പോൾ ഇതില് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? 3 ആണ് അല്ലേ? പോരിഫെറ നമ്മൾ പഠിച്ചാണ്. ക്വസ്റ്റ്യൻ നമ്പർ 189, കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് ഹെൽപ്പ് ഇൻ. അഗൈൻ അനദർ ക്വസ്റ്റ്യൻ ഫ്രം പോരിഫെറ. കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് ഹെൽപ്പ് ഇൻ എന്താ? ഫുഡ് ഗ്യാദറിങ്ങിന് സഹായിക്കുന്നുണ്ട്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിന് സഹായിക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ റിമൂവൽ ഓഫ് വേസ്റ്റിന് സഹായിക്കുന്നുണ്ട്. സോ ഓൾ ഓഫ് ദീസ് നമ്മൾ പഠിച്ചു. കനാൽ സിസ്റ്റം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ കൊയനോസൈറ്റ്സ് ആണ്, അതിനെ മൂവ്മെന്റിന് സഹായിക്കുന്നത്. ഈ സമയത്ത് ഫുഡ് ഗ്യാദറിംഗ് നടക്കും, എക്സ്ചേഞ്ച് നടക്കും, അതേപോലെ റിമൂവൽ ഓഫ് വേസ്റ്റ് നടക്കും. ഓൾ ഓഫ് ദിസ് ഈസ് എ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 189. ക്വസ്റ്റ്യൻ നമ്പർ 190 നോക്കൂ. ഇതിൽ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. നമുക്ക് ഇതിൽ നോക്കാം. മോർഫീൻ അല്ലേ? 190 ABCD ഇടാം. ABCD മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നോക്കാം. മോർഫീൻ എന്ന് പറയുമ്പോൾ എന്ത് വരണം? അത് മോർഫീൻ ഡിറൈവ്ഡ് ഫ്രം പോപ്പി. ഇറ്റ് ഇസ് എ സ്ട്രോങ് പെയിൻ കില്ലർ, പി വരും. പിന്നെ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നു? ആൽക്കഹോൾ ഇൻ ക്രോണിക് കേസ് ക്യാൻ കോസ് സിറോസിസ് ഓഫ് ദ ലിവർ. കറക്റ്റിലാണല്ലോ പോകുന്നതാ. ക്യൂ. അടുത്തത് നിക്കോട്ടിൻ. ഇവിടെ മാറി. നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ് ദ അഡ്രിനൽ മെഡുല്ല ടു റിലീസ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അപ്പോൾ ഇവിടെ SI. പിന്നെ കൊക്കൈൻ ഡിറൈവ്ഡ് ഫ്രം എറിത്രോസൈലം കൊക്ക is a CNS stimulant and can cause euphoria, false feeling of strength അല്ലേ? അപ്പോൾ അത് 6 വരണം. PQSR ആ വരേണ്ടത്. PQSR എന്ന് പറയുമ്പോൾ 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 190, 2 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 191 എടുക്കാം. മെറ്റാസ്റ്റാസിസ് എന്താണ് നിങ്ങൾക്കറിയാം? ദിസ് ഈസ് ദ ഡ്രെഡഡ് പ്രോപ്പർട്ടി ഓഫ് ക്യാൻസറസ് സെൽസ്. മെറ്റാസ്റ്റാസിസ് എന്താ? മൈഗ്രേഷൻ ഓഫ് ക്യാൻസറസ് സെൽ ഫ്രം one place to other through body fluids. അതല്ലേ മെറ്റാസ്റ്റാസിസ്. അതായത് എക്സസീവ് സെൽ പ്രൊലിഫറേഷനോ ട്രാൻസ്ഫോർമേഷനോ ബെനൈൻ ട്യൂമറിനോ മാലിഗ്നന്റ് ട്യൂമറോ അല്ല. മൂവ്മെന്റ് ഓഫ് ക്യാൻസറസ് സെൽ ഫ്രം വൺ സൈറ്റ് ടു അനദർ സൈറ്റ് ഓഫ് ദ ബോഡി, അതാണ് വരിക അല്ലേ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോർമൽ സെൽ ഇൻറ്റു ട്യൂമർ സെൽ അല്ല, അത് ഓങ്കോജനിക് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് ആ മൈഗ്രേഷനെയാണ്. This is the dreaded property of cancerous cell. Question number 191, 3 is the right answer. Question number 192 എടുക്കാം. അലർജി ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത്? അലർജി ഉണ്ടാവുന്നത് ഹിസ്റ്റമിനും സെറോട്ടോണിനുമാണ്. അപ്പൊ നമുക്കിവിടെ സംശയം. റിലീസ് ഓഫ് ഹിസ്റ്റമിൻ സെറോട്ടോണിൻ ലൈക്ക് കെമിക്കൽസ് ഇൻ ദ ടിഷ്യൂ എന്നുണ്ട്. റിലീസ് ഓഫ് ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ ലൈക്ക് കെമിക്കൽസ് ഇൻ ദ ടിഷ്യൂ ബൈ മാസ്റ്റ് സെല്ലും ഉണ്ട്. നമുക്ക് എന്താ പറയുക? അലർജി എന്ന് പറയുന്നത് ഈസ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് സെറോട്ടോണിൻ ഹിസ്റ്റമിൻ ഫ്രം മാസ്റ്റ് സെൽ. നമ്മുടെ അനുസരിച്ചതിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് എവിടെ വരുന്ന? ആ ടിഷ്യൂവിൽ വരുന്നതാണ്. അതേ സമയത്ത് ബാസോഫിൽ എന്ന് പറയുന്നത് എന്തിലാണ്? ബ്ലഡിലാണ്. അപ്പോൾ നമ്മുടെ എന്താ വരിക? ഈ മാസ്റ്റ് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെറോട്ടോണിനും അതേപോലെ ഹിസ്റ്റമിനുമാണ് എന്തിന് കാരണം? ഈ ഒരു അലർജിക്ക്, ടിഷ്യൂവിൽ ഉണ്ടാവുന്ന അലർജിക്ക് കാരണം എന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 192, 4 is the right answer. മക്കളെ, നമുക്ക് 193 ചോദ്യം നോക്കാം. ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ലൈക്ക് ട്യൂബർകുലോസിസ് ആൻഡ് ടോക്സോപ്ലാസ്മോസിസ് ആർ സീൻ ഇൻ HIV പോസിറ്റീവ് പേഷ്യൻസ് വെൻ. എപ്പോഴാണ് ഇത്തരത്തിലുള്ള അവസരം കാത്തു നിൽക്കുന്ന രോഗാണുക്കൾ ഈ HIV പേഷ്യന്റ് ശരീരത്തിൽ വരുന്നത്? ബി ലിംഫോസൈറ്റ്സ് കോൺ ബിക്കം എക്സസീവ് ആണോ? ബി ലിംഫോസൈറ്റ്സിന്റെ എണ്ണം കൂടുമ്പോഴാണോ? അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് സെൽസ് സ്റ്റോപ്പ് ഫങ്ഷനിങ് ആണോ? അതല്ലെങ്കിൽ ഹെൽപ്പർ T സെല്ലിന്റെ എണ്ണം കാര്യമായി കുറയുമ്പോഴാണോ? ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് എന്താണ്? T ലിംഫോസൈറ്റ്സിന്റെ TH ഹെൽപ്പർ T സെല്ലിന്റെ എണ്ണം കാര്യമായിട്ട് കുറയുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നത്. കാരണം ഇമ്മ്യൂണിറ്റി കുറയുന്നു. CMI ആൻഡ് AMI. T ലിംഫോസൈറ്റ്സ് ആർ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ് CMI, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ആ ഹെൽപ്പർ സെൽ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്പർ സെൽ എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സിന് ആന്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അവസരം കാത്തു നിൽക്കുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 193, 3 is the right answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 194 എടുക്കണ്ടേ? അതായത് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ will there be no change in the reading frame of the following mRNA?
ഇത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പറയുന്നത് ഇതിൽ എന്ത് ഈ 1, 2, 3, 4 ഓപ്ഷനിൽ ഏത് വന്നു കഴിഞ്ഞാലാണ് ഈ റീഡിംഗ് ഫ്രെയിം മാറാതിരിക്കുന്നത്? നോ ചേഞ്ച് ഇൻ ദ റീഡിംഗ് ഫ്രെയിം. റീഡിംഗ് ഫ്രെയിമിൽ മാറ്റം വരാത്തത് എന്നാണ് ചോദ്യം. നോക്കാം, ഈ 5' to 3' ഡയറക്ഷനിലുണ്ട്. അതിലെന്താ? ഡിലീഷൻ ഓഫ് GGU ഫ്രം 7th, 8th, 9th പൊസിഷൻ. 7, 8, 9 പൊസിഷനില് 7, 8, 9 പൊസിഷനിൽ GGU നമ്മൾ ഡിലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അടുത്തത് ഇൻസർഷൻ ഓഫ് G അറ്റ് ദ 5th പൊസിഷൻ. 5th പൊസിഷനിൽ G ഇൻസേർട്ട് ചെയ്യുന്നു. ഡിലേഷൻ ഓഫ് G ഫ്രം 5th പൊസിഷൻ. 5th പൊസിഷനിൽ G റിമൂവ് ചെയ്യുന്നു. ഇൻസർഷൻ ഓഫ് A and G അറ്റ് ദ 4th and 5th പൊസിഷൻ. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ന്യൂക്ലിയോട്ടൈഡ്, അത് ഒരു നൈട്രജൻ ബേസ് ആഡ് ചെയ്താലും ഡിലേറ്റ് ചെയ്താലും, 2 എണ്ണം ആഡ് ചെയ്താലും ഡിലേറ്റ് ചെയ്താലും ആ റീഡിംഗ് ഫ്രെയിം മാറും. എന്നാൽ 3 അതിന്റെ മൾട്ടിപ്പിൾസോ ആഡ് ചെയ്താലോ ഡിലേറ്റ് ചെയ്താലോ റീഡിംഗ് ഫ്രെയിം മാറില്ല. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അറാം ഹാസ് റെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ NCERT മ്യൂട്ടേഷൻ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് NCERT മോളിക്കുലാർ ബേസിസിൽ. അപ്പം 3 or its മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താലും അത് ഡിലേറ്റ് ചെയ്താലും എന്ത് സംഭവിക്കില്ല? റീഡിംഗ് ഫ്രെയിം മാറില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കാരണം 3 നൈട്രജൻ ബേസുകളാണ് ഒരു അമിനോ ആസിഡിനെ കാണിക്കുന്നത്. അപ്പൊ എന്താ വരിക? 1 ഈസ് എ റൈറ്റ് ആൻസർ ഹിയർ. 3 എണ്ണമാണ് ഇവിടെ. 7th, 8th, 9th പൊസിഷനിൽ എന്ത് വരുന്നു? GGU റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അമിനോ ആസിഡ് മൊത്തം അങ്ങോട്ട് റിമൂവ് ആയി പോവാണ്. ഓക്കെ, അത് 3, 3, 6, പിന്നെ 7, 8, 9 അല്ലേ? അടുത്ത 3 എണ്ണം 7, 8, 9 എന്ന് പറഞ്ഞാൽ 3ാമത്തെ അമിനോ ആസിഡ് ആണ്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 194, 1 ഈസ് എ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 195 എടുക്കാം. ഇപ്പൊ 194 നമ്മൾ പറഞ്ഞത്. 195 എടുക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇൻഹെറിറ്റൻസ് ഓഫ് എ ക്യാരക്ടർ ഈസ് എഫക്റ്റഡ് ബൈ പ്രൊമോട്ടർ ആൻഡ് റെഗുലേറ്ററി സീക്വൻസ് ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീനിന്റെ റെഗുലേറ്ററി ആൻഡ് പ്രൊമോട്ടർ അല്ലെ, ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടർ ഈസ് എഫക്റ്റഡ് ബൈ ദ പ്രൊമോട്ടർ ആൻഡ് റെഗുലേറ്ററി സീക്വൻസ് ഓഫ് സ്ട്രക്ചറൽ ജീൻ. ശരിയാണ്. ഈ പ്രൊമോട്ടറും അതേപോലത്തെ റെഗുലേറ്ററി സീക്വൻസും എന്ത് ചെയ്യുന്നു? സ്ട്രക്ചറൽ ജീനിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഇൻഹെറിറ്റൻസിൽ. പിന്നെ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് റെപ്രസെന്റ് ആൻഷ്യന്റ് ഫീച്ചർ ഓഫ് ജീനോം. ഈ സ്പ്ലിറ്റ് ജീൻ എന്ന് പറയുന്നത് എന്താ? എക്സോൺ ഇൻട്രോൺ എന്ന് പറയുന്ന ആ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് എന്തിനെ കാണിക്കുന്നു? ആൻഷ്യന്റ് ഫീച്ചർ ഓഫ് ജീനോം കാണിക്കുന്നു. ശരിയാണ്. ദ പ്രോസസ് ഓഫ് സ്പ്ലൈസിംഗ് റെപ്രസെന്റ് ഡോമിനന്റ് ഓഫ് RNA വേൾഡ്. ഇതൊക്കെ NCERT കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇത് 3ഉം ശരിയാണെങ്കിൽ 4 അല്ലേ വരിക? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രൂ ആണ്. അപ്പം 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 195. ക്വസ്റ്റ്യൻ നമ്പർ 196 നോക്കാം. Which of the following is not true for RNA polymerase? RNA polymerase എന്താണ് തെറ്റ്? It bind to promoter for initiation of transcription. അല്ലെ, RNA polymerase പ്രൊമോട്ടർ സൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രൊമോട്ടർ ശരിയാണ്. ദെൻ ടെംപ്ലേറ്റ് ഡിപ്പെൻഡന്റ് മോഡ് ഓഫ് ആക്ഷൻ ആണ്. അതും ശരിയാണ്. ടെംപ്ലേറ്റ് ബേസ്ഡ് ആണ്. ഫോളോ ദ റൂൾസ് ഓഫ് കോംപ്ലിമെന്റാരിറ്റി. അതും ശരിയാണ്. ഇറ്റ് യൂസ് ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് ആ സബ്സ്ട്രാക്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇതും ശരിയല്ലേ എന്ന് തോന്നും. പക്ഷേ ഇവിടെ ന്യൂക്ലിയോടൈഡ് അല്ല വേണ്ടത്, ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. യൂസസ് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആസ് ദ സബ്സ്ട്രാക്ട് ആൻഡ് എനർജി സോഴ്സ് എന്നാണ്. അപ്പൊ അതാണ് തെറ്റുള്ളത്. നമ്മളോട് നോട്ട് ട്രൂ ചോദിച്ചുകൊണ്ട് 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 190 നിങ്ങളുടെ പേജ് നമ്പർ 110 കാണാം. ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ഈസ് യൂസ്ഡ്, ന്യൂക്ലിയോടൈഡ് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 197 എടുക്കാം. ഇൻ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വിത്ത് റെസ്പെക്ട് ടു സ്ട്രക്ചറൽ ജീൻ ദ പ്രൊമോട്ടർ ഈസ് ലൊക്കേറ്റഡ് ഇൻ. സ്ട്രക്ചറൽ ജീനിനെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റില് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ, അത് വെച്ച് നോക്കുമ്പോൾ പ്രൊമോട്ടർ എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ്, അതായത് അപ്സ്ട്രീം ഓഫ് ദ അപ്സ്ട്രീം, ദാറ്റ് ഈസ് എ 5' എൻഡ് അല്ലെ. അപ്സ്ട്രീം ആണ്, 5' എൻഡ് ആണ് വരുന്നത്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാ പറയാ? ഈ 5' എൻഡ് എന്ന് പറയുന്നത് കോഡിംഗ് സ്റ്റാൻഡിനെ ബേസ് ചെയ്തിട്ടാ. പേജ് നമ്പർ 108 കാണാം. ദ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ ഫ്ലാങ്ക് ദ സ്ട്രക്ചറൽ ജീൻ. രണ്ടിന്റെ ഇടയ്ക്കല്ലേ സ്ട്രക്ചറൽ ജീൻ? ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ദ പ്രൊമോട്ടർ ഈസ് സെറ്റ് ടു ബി ലൊക്കേറ്റഡ് towards the 5' end, that's the upstream
ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. ആ റെഫറൻസ് എന്തിനെ വെച്ചുകൊണ്ടാ? പൊളാരിറ്റി ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡ് ആണ്. കോഡിംഗ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ആ 5' എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 197 പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 198 എടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? ക്വസ്റ്റ്യൻ നമ്പർ 198 നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ, റൈറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം DNA to tRNA, അത് തെറ്റല്ലേ? DNA to mRNA ആണ് അല്ലെ? റൈറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം DNA to mRNA ആണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാലോ യൂസിങ് ദ ഇൻഫർമേഷൻ mRNA ടു മേക്ക് എ പ്രോട്ടീൻ, ശരിയാണ്. റിപ്രസർ പ്രോട്ടീൻ, ഇൻഹിബിറ്റർ ജീൻ അല്ലെ, പ്രൊഡ്യൂസ് എ protein called repressor protein bind to the operator site to stop enzyme synthesis. ലാക്കോപ്രോൾ നമ്മൾ പഠിച്ചു. റിപ്രസറിന് മാത്രമേ ഈ ഓപ്പറേറ്റർ സൈറ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശരിയാണ്. ഓപ്പറോൺ, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ഓപ്പറേറ്റർ ആൻഡ് പ്രൊമോട്ടർ, ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് റോങ്ലി മാച്ച്ഡ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ, അവിടെ mRNA. ക്വസ്റ്റ്യൻ നമ്പർ 199. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചർ ആർ ലീസ്റ്റ് അലൈക്ക് ഇൻ ഫങ്ഷൻ? ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. മെയിലും ഫീമെയിലും സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അത് ഏറ്റവും കുറവ് സിമിലാരിറ്റി ഉള്ളത് ഏതിലാണ്? ലീസ്റ്റ് അലൈക്ക് ഇൻ ഫങ്ഷൻ. നോക്കാം. വാസ് ഡെഫറൻസ് ആൻഡ് ഓവിഡക്റ്റ്. വാസ് ഡെഫറൻസ് എന്തിനെ ക്യാരി? സ്പേമിനെ ക്യാരി ചെയ്യുന്നു. ഓവിഡക്റ്റ് ഓവത്തിനെ ക്യാരി ചെയ്യുന്നു. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഫങ്ഷൻ ആണ്. ഇന്റർസ്റ്റിഷ്യൽ സെൽ ആൻഡ് ഗ്രാനുലോസ സെൽസ്. ഇന്റർസ്റ്റിഷ്യൽ സെൽസ് ഇൻ ദ ടെസ്റ്റിസ് അവരെന്ത് ചെയ്യുന്നു? ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ ഗ്രാനുലോസ സെൽസ് അത് ഓവറിയും ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻവോൾവ് ആണ്. സ്പെർമേറ്റോഗോണിയ, ഊഗോണിയ സിമിലർ ആണ്. സ്പെർമേറ്റോഗോണിയ സ്പെർമേറ്റോജനസിസിന്, ഊഗോണിയയിൽ നിന്നാണ് ഓവം ഉണ്ടാവുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് വെജൈന, ഇത് നോക്കുകയാണെങ്കിൽ അത്ര എന്തല്ല, ഏറ്റവും കുറവ് സിമിലാരിറ്റി ഉള്ളത് ഇതിൽ ഇത് മാത്രമാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് വെജൈന. വെജൈന ഇസ് ദ കോപ്പുലേറ്ററി ഓർഗാൻ ആണ് അല്ലെ. സെമിനിഫറസ് ട്യൂബ്യൂൾ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ ലീസ്റ്റ് അലൈക്ക് എന്ന് പറയുന്നത് 4 ആണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നൗ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റീസൺ ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? പോപ്പുലേഷൻ എക്സ്പ്ലോഷന് വേണ്ട റീസൺ എന്തൊക്കെയാണ്? നോക്കൂ. ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷനുള്ള കാരണമാണ്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ MMR അല്ലെ. MMR കൂടുന്നത് ഒരിക്കലും ഒരു പോപ്പുലേഷന് കാരണമല്ല. കാരണം MMR എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് ആണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയുമ്പോഴാണ് എൻ്റെ പോപ്പുലേഷൻ കൂടുക. അപ്പോൾ റാപ്പിഡ് ഇൻക്രീസ് ഇൻ IMR, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയാണ്, അപ്പോഴാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ദെൻ റാപ്പിഡ് ഡിക്രീസ് ഇൻ MMR, അത് ശരിയാണ്. റാപ്പിഡ് ഡിക്രീസ് ഇൻ MMR കുറയുമ്പോഴാണ്, മദേഴ്സ് മോർട്ടാലിറ്റി റേറ്റ് കുറയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ റീച്ചിങ് റീപ്രൊഡക്റ്റീവ് ഏജ് തെറ്റാണ്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റീസൺ ആണ്. റീസൺ, കറക്റ്റ് റീസൺ അപ്പൊ എന്തൊക്കെയാ? 1ഉം 4ഉമാണ്. സോ for question number 200, 1 and 4, first option is the right answer. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇതോടുകൂടെ ഈ ഒരു ഭാഗം ഇവിടെ, ഈ ഒരു സെക്ഷൻ, ഈ ഒരു കീ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ GIB 14 വളരെ എളുപ്പമായിരുന്നു സുവോളജി എന്ന് നമുക്ക് തീരുമാനം എടുക്കാം അല്ലേ. അത്ര എളുപ്പമുള്ള ഒരു ഭാഗമായിരുന്നു. ഓക്കെ, അതുപോലെ നല്ല എളുപ്പമാവട്ടെ നിങ്ങളുടെ തുടർന്നുള്ള പരീക്ഷയിൽ. മെയ് 5 വരുന്ന പരീക്ഷ, നീറ്റ് എക്സാമും ഇതുപോലെ എളുപ്പമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.